അപ്പൊ എന്റെ ഇന്നത്തെ വിഷയം പ്രമേഹവും വൃക്കരോഗങ്ങളും. ഇനി വൃക്കരോഗത്തിന്റെ കാര്യം പറഞ്ഞാൽ 80 തൊട്ട് 90% വൃക്കരോഗികൾക്കും അറിയില്ല തങ്ങൾക്ക് വൃക്കരോഗമുണ്ടെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് അസുഖവും വളരെ പമ്മി പമ്മി നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലിരിക്കും. നമ്മൾ അറിയില്ല. രോഗലക്ഷണങ്ങളുണ്ടോ? ആരംഭത്തിൽ ഒരു ലക്ഷണവും കാണില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ കഷ്ടം. ഒരു ലക്ഷണവും ഇല്ലാതെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലിരുന്ന് നമ്മളെ തന്നെ, നമ്മുടെ അവയവങ്ങളെല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കും. ഇനി പ്രമേഹമുണ്ടെന്ന് കണ്ടുപിടിച്ചു എന്ന് വെക്കാം. കണ്ടുപിടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ 4 തരം ആൾക്കാരാണുള്ളത്. ഒന്ന്, കണ്ടുപിടിച്ചു, പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല. ഷുഗർ 200, 250, 300 ഒക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ നല്ല സ്മാർട്ടായിട്ട് പോകുന്നു, ജോലി ചെയ്യുന്നു, വീട്ടിലെ കാര്യം നോക്കുന്നു, നാട്ടിലെ കാര്യം നോക്കുന്നു. പിന്നെ എന്തിനീ ആവശ്യമില്ലാതെ കുറെ മരുന്നെടുത്ത് കഴിക്കണം, കുറെ ഭക്ഷണ നിയന്ത്രണം, ജീവിത രീതി മാറ്റൽ? എന്നെ കൊണ്ട് അതൊന്നും വയ്യ. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിരിക്കും ഇത് പറയുന്നത്. കാര്യം ചെറുപ്പത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ഓവർ കോൺഫിഡൻസ്. എനിക്ക് കുഴപ്പമില്ല എന്നത്. ഈ ചെറുപ്പത്തിൽ ഷുഗർ വരുന്നവരെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാ. കാര്യം അവര് നേരെ ചൊവ്വെ ട്രീറ്റ്മെന്റും വരില്ല, ഒന്നും കേൾക്കത്തുമില്ല. അപ്പൊ ഫസ്റ്റ് വിഭാഗം ആൾക്കാര്, എനിക്ക് ലക്ഷണമില്ല, അതുകൊണ്ട് എനിക്ക് ചികിത്സ വേണ്ട. രണ്ടാമതൊരു വിഭാഗമുണ്ട്, ഡോക്ടറെ പോയി കാണും, ഡോക്ടർ പറയണൊക്കെ കേൾക്കും, മരുന്ന് വാങ്ങും, വീട്ടിൽ വരും. അപ്പൊ വീട്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും അപ്പുറത്തെ വീട്ടിലെ മത്തായിക്കുട്ടി പറയുന്നത്, അയ്യോ, ഷുഗറിന്റെ മരുന്നൊന്നും എടുത്ത് കഴിക്കരുത്, കിഡ്നി അടിച്ചു പോകും, അയ്യോ ഇതൊന്നും എടുത്ത് കഴിക്കില്ലെന്ന് പറയും. ഒന്നാമത് മരുന്ന് കഴിക്കണോ വേണ്ടിയോ എന്ന് സംശയിച്ചിരിക്കുന്ന ആളാണ് നമ്മുടെ കഥാപാത്രം. മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണതുപോലെ ആ കിട്ടിയ മരുന്ന് എടുത്ത് അലമാരക്കകത്തോ അല്ലെങ്കിൽ ചവറ്റുകുട്ടിയിലോ ഇട്ടിട്ട് മരുന്ന് കഴിക്കില്ല. കിഡ്നി അടിച്ചു പോകും എന്ന പേടി. ഇനി മൂന്നാമതൊരു വിഭാഗമുണ്ട്, മരുന്ന് വാങ്ങും, കഴിക്കും, പിന്നെ കാണിക്കത്തുമില്ല, ചെക്കപ്പും ഇല്ല. 10 വർഷം കഴിഞ്ഞ് അതേ ഡോക്ടറെ പോയി കണ്ടിട്ട് പറയും, ഡോക്ടറെ, ഞാൻ ഡോക്ടറിന്റെ പേഷ്യന്റാ. അപ്പൊ എപ്പോഴാ കണ്ടത്? 10 വർഷം മുന്നേ. അന്ന് ഡോക്ടർ തന്ന അതേ ഗുളിക അതുപോലെ ഒരു അണുവിടെ വ്യത്യാസമില്ല, ഞാൻ കഴിക്കുന്നുണ്ട്. ഇനി നാലാമത്തെ വിഭാഗം, കറക്റ്റ് കാണുന്നു, അടിക്കടി ചെക്കപ്പ് നടത്തുന്നു, 3 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കൽ ഡോക്ടറെ കാണുന്നു, മരുന്ന് കഴിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ 3 വിഭാഗം ആൾക്കാരും ശുദ്ധ മണ്ടത്തരാ കാണിക്കുന്നത്. എന്തുകൊണ്ടാ മണ്ടത്തരം എന്ന് പറയുന്നത്? നോക്കൂ, പ്രമേഹത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പ്രമേഹം തുടങ്ങി ആദ്യത്തെ കുറച്ചു വർഷം അത് വളരെ ഇമ്പോർട്ടന്റാ. ഗോൾഡൻ പീരീഡ് എന്ന് പറയും, സുവർണ കാലഘട്ടം. അതായത് നമ്മുടെ ശരീരത്തിന് നമ്മൾ ആദ്യ കാലങ്ങളില് എങ്ങനെ പ്രമേഹത്തെ കൺട്രോൾ ചെയ്ത് വയ്ക്കുന്നോ അത് അനുസരിച്ചായിരിക്കും ഭാവിയിൽ ഡയാലിസിസിൽ എത്തണമോ, ട്രാൻസ്പ്ലാന്റ് ചെയ്യണോ, ഹാർട്ട് അറ്റാക്ക് വരണോ, സ്ട്രോക്ക് വരണോ എന്ന് നിശ്ചയിക്കുന്നത്. മെറ്റബോളിക് മെമ്മറി എന്ന് പറയും. അതായത് ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഫിലിപ്പച്ചായൻ ആദ്യകാലത്തില് നമ്മുടെ ഷുഗർ കണ്ടുപിടിച്ചു, നല്ല കൺട്രോൾ ആയിരുന്നു. ഒരു 5 വർഷം വലിയ കുഴപ്പമില്ലാതെ മരുന്നെല്ലാം കഴിച്ചു. HbA1c എന്ന് പറഞ്ഞാൽ 3 മാസത്തെ ഷുഗറിന്റെ ആവറേജ്, അത് നല്ല കൺട്രോൾ ആയി 7-ന് താഴെ വെച്ചു. ഒരു 5 വർഷം കഴിഞ്ഞ് ആളങ്ങ് ഗൾഫിൽ പോയി. ഗൾഫിൽ പോയ അവസ്ഥ ഭൂരിഭാഗം പേരുടെ അറിയാമല്ലോ. കൺട്രോൾ ഒന്നുമില്ല. കോള, കുബൂസ്, പെറോട്ട, പെപ്സി ഇതൊക്കെ ആയിരിക്കും മിക്കപ്പോഴും എടുക്കുന്നത്. ഇതെല്ലാം എടുത്ത് ഷുഗറിന്റെ കൺട്രോൾ എല്ലാം പോയി. ഒരു 10-15 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു ഒന്ന് ചെക്കപ്പ് നടത്തിയപ്പോൾ എല്ലാരും വിചാരിച്ചു കാര്യങ്ങളൊക്കെ പോക്കാം, കിഡ്നി പോയി, ഹാർട്ട് പോയി, ലിവർ പോയി എന്ന് വിചാരിച്ചു. പക്ഷേ നോക്കിയപ്പോഴോ വലിയ കുഴപ്പമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിൽ ഷുഗർ കൺട്രോൾ ചെയ്ത് വെച്ചത് ശരീരം ഓർത്തു വെച്ചു. ഇതിനെ മെറ്റബോളിക് മെമ്മറി എന്നാണ് പറയുന്നത്. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ വന്ന വഴി മറക്കില്ല. അതുപോലെ നമ്മുടെ ശരീരവും ഷുഗർ തുടങ്ങിയ ആദ്യ കാലഘട്ടത്തിൽ നല്ല കൺട്രോൾ ഉണ്ടെങ്കിൽ ഭാവിയിൽ കോംപ്ലിക്കേഷൻസ് വരുന്നത് ഒഴിവാക്കാം. അപ്പൊ ഷുഗറിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാ? കോട്ട്ലെസ് മൈക്കൊന്ന് തന്നേ, ഞാൻ താഴോട്ട് ഇറങ്ങട്ടെ. എന്താണ് ഷുഗറിന്റെ കോംപ്ലിക്കേഷൻസ്? എന്തൊക്കെ വരാം ഷുഗർ ഉണ്ടെങ്കിൽ? ചുമ്മാ ഒന്ന് ആലോചിച്ച്, ഞാൻ
കിഡ്നിയുടെ ഡോക്ടറാ. എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോഴേ അറിയാലോ കിഡ്നിയുടെ കാര്യം പോക്കാണ് ഷുഗർ വന്ന. അപ്പൊ എന്തൊക്കെ വരാം? നമ്മുടെ പല ഓർഗനെ ബാധിക്കും. കറക്റ്റ്. അവയവങ്ങളെ ബാധിക്കും. അതാണ് ഷുഗറിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ എന്തൊക്കെ അവയവങ്ങളെ ബാധിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, ചെറിയ രക്തധമനികളെ ബാധിക്കുന്നു, മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ എന്ന് പറയും. അവിടെയാണ് കിഡ്നി, കണ്ണ്, നാഡികൾ, ഞരമ്പുകൾ. അപ്പോ മാക്രോവാസ്കുലർ എന്ന് പറഞ്ഞാൽ വലിയ രക്തധമനികൾ. അവിടെ ഹാർട്ടിന് പ്രോബ്ലം വരാം, ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം, കാലിലോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞ് ബ്ലോക്ക് വന്ന് കാലുവേദനയും കാലിൽ മുറിവ് വന്ന ഉണങ്ങാതാവുകയും ഒരുപക്ഷെ കാലൊക്കെ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരാം. പിന്നെ മൂത്രസഞ്ചിയിൽ ഡയബറ്റിക് സിസ്റ്റോപ്പതി എന്ന പ്രശ്നം വരാം, ഉദ്ധാരണക്കുറവ് വരാം, കുടലിനെയും വയറിനെയും ബാധിക്കാം. ഇതെല്ലാം ഷുഗർ വരുത്തുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പം ബ്ലഡിൽ കുറച്ച് പഞ്ചസാര കൂടി നിൽക്കുന്നു എന്നത് ആ പഞ്ചസാരയുടെ നമ്പറിനെ അല്ല നമ്മൾ ഭയക്കുന്നത്. ഇത് ഒരുപാട് നാള് നമ്മുടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന പരിണിത ഫലം. കാര്യം, ഞാൻ നെഫ്രോളജിസ്റ്റ് ആണല്ലോ. അപ്പം ഞങ്ങളുടെ ഡയാലിസിസ് യൂണിറ്റില് ഒരു 60 തൊട്ട് 70% ആൾക്കാരും ഡയാലിസിസിൽ എത്താൻ കാരണം പ്രമേഹമാണ്, ഡയബറ്റീസ്. അത് ആരംഭകാലത്ത് ഒന്ന് കണ്ടുപിടിച്ചില്ല, 2 കണ്ടുപിടിച്ചിട്ടും അതിനെ മൈൻഡ് ചെയ്തില്ല, 3 തോന്നുന്ന പോലെ ജീവിത രീതിയും കൊണ്ടുപോയി. ഈ പേഷ്യൻസ് വരുമ്പോ ഒരു പ്രത്യേകതയുണ്ട്. ക്രിയാറ്റിനൊക്കെ കൂടി കഴിയുമ്പോൾ എല്ലാരും നല്ല ആൾക്കാരാവും. ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ ഷുഗർ കൺട്രോൾ ചെയ്തു, പ്രഷർ കൺട്രോൾ ചെയ്തു, ഭക്ഷണ രീതി മാറ്റി, പിന്നെ എന്താ എന്റെ ക്രിയാറ്റിനിൻ കുറയാത്ത? സ്ഥിരം ചോദ്യമാണ്. ഈ ഷുഗർ കാരണം കിഡ്നിയെ ഉള്ള ബാധിപ്പ് ഒരു 1 വേ ട്രാക്കാ. റോഡില് 1 വേ ട്രാക്കിലൂടെയൊക്കെ ചിലപ്പോൾ നമുക്ക് നിയമം തെറ്റിച്ച് പുറകിലോട്ട് വരാൻ പറ്റും. പക്ഷെ ജീവിതത്തില് പ്രമേഹം കാരണം വരുന്ന പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റിയെന്ന് വരില്ല. പലപ്പോഴും കിഡ്നി പ്രോബ്ലം ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഷുഗർ തുടങ്ങി ആദ്യം കറക്റ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? വെറും ഷുഗറിന്റെ ഒരു റാൻഡം ഷുഗർ നോക്കിയാൽ മതിയോ മാഡം? നമ്മള് ഒരു ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ മാസം പോയി പരിശോധിച്ചു, റാൻഡം ഷുഗർ 130 ഡോക്ടർ എനിക്ക് ഷുഗർ ഇല്ല എന്ന് പറയും. പക്ഷെ അതിനെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? H1A1C ടെസ്റ്റ്. കറക്റ്റ്. HbA1c 3 മാസത്തെ ഷുഗറിന്റെ ആവറേജ്. ഒരു ഉദാഹരണം പറയാം. രാവിലെ 2 ദോശ കഴിച്ചു പോയി ഷുഗർ നോക്കി 130. ഇനി ഉച്ചയ്ക്ക് ഒരു ബിരിയാണിയും കഴിച്ച് വൈകിട്ട് ഒരു ഏത്തക്കാപ്പവും കഴിച്ച് ഒരു ചായയും കുടിച്ചു പോയി നോക്കിയിരുന്നെങ്കിൽ 280 ആകും. നമ്മൾ നോക്കുന്നില്ല. നമ്മൾ നോക്കുമ്പം ഷുഗർ കുറഞ്ഞു എന്ന് വെച്ച് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ ഏറ്റവും നല്ലൊരു ടെസ്റ്റ്. അപ്പൊ ഷുഗർ ഇല്ലെന്ന് പറഞ്ഞ് കൈ പൊക്കിയവർ നാളെ തന്നെ പോയി HbA1c ഒരു 300-350 രൂപയേ ഉള്ളൂ. വർഷത്തിൽ ഒരിക്കൽ HbA1c എന്ന ടെസ്റ്റ് 30 വയസ്സ് കഴിഞ്ഞ എല്ലാവരും പരിശോധിച്ചിരിക്കണം. പരിശോധിക്കുമോ? നാളെ തന്നെ പോയി പരിശോധിക്കുമോ? എനിക്ക് ശബ്ദം കേട്ടൂടെ? എന്താ ചായ കുടിച്ചില്ലേ ആരും? ഉറക്കം പറഞ്ഞ പരിശോധിക്കുമോ? യെസ്. പിന്നെ എന്താ? മൈക്രോ ലാബിലോ DDRCയിലോ മുത്തൂറ്റിലോ അല്ലെങ്കിൽ നീതിയിലോ എവിടെ വേണമെങ്കിലും പരിശോധിച്ചോളൂ, ഒരു കുഴപ്പമില്ല. HbA1c മിക്കപ്പോഴും എല്ലായിടത്തും ഒരേ ടെസ്റ്റ് തന്നെയാണ് വരുന്നത്, ഒരേ റിപ്പോർട്ട് തന്നെയാണ് വരുന്നത്. ഇനി അടുത്തൊരു, എല്ലാവരും പറയും ഷുഗർ ഒരു പാരമ്പര്യ രോഗമാണ്. ആണോ മാഡം? ഷുഗർ ഒരു പാരമ്പര്യം 50% കറക്റ്റ്. പെർസെന്റേജ് എല്ലാം മാഡം വളരെ കറക്റ്റ് ആയി പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ 50% സാധ്യതയുണ്ട് കുട്ടികൾക്ക് വരാൻ. എന്ന് വെച്ച് കയ്യും കെട്ടി നോക്കിയിരുന്നാ മതിയോ? എപ്പ കടന്നു വരുമോ എന്ന് നോക്കിയിരുന്നാ മതിയോ? നോക്കൂ, ജനിതക കമ്പോണന്റ് ഇല്ലെന്ന് പറയുന്നില്ല, ഒരു ചെറിയ ശതമാനമുണ്ട്. പക്ഷേ ഭൂരിഭാഗവും ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്, ജീവിതശൈലി രോഗം. അതായത് ഒരു ഉദാഹരണം പറയാം. വീട്ടില് കുട്ടിയായിരിക്കുമ്പോഴേ കണ്ടു വളരുന്ന ഭക്ഷണ ക്രമീകരണവും വ്യായാമത്തോടുള്ള മാതാപിതാക്കളുടെ ആ ഒരു അപ്രോച്ചും ആയിരിക്കും വലുതാവുമ്പം ആ വ്യക്തിക്കുള്ളത്.
അതായത് നമ്മുടെ വീട്ടില് അച്ഛനും അമ്മയും പെറോട്ട കഴിക്കുന്നു, മാഗി കഴിക്കുന്നു, അവരിതിനെ കുറിച്ച് ബോധവാന്മാരല്ല, പാക്കറ്റ് ഫുഡ് എടുക്കുന്നു, അവർ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. ഇത് കണ്ടു വളർന്ന കുട്ടി വലുതാകുമ്പോ എങ്ങനെയായിരിക്കും? അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നോർമലാണ്. അപ്പം വീട്ടിൽ നിന്നാണ് ഭക്ഷണ രീതി, നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഭക്ഷണ രീതിയാണ് ഭാവിയിൽ ഇവരെ എല്ലാം ഷുഗർ ഉള്ള ആൾക്കാരായി മാറ്റുന്നത്. അപ്പം ജനിതകം എന്നത് ഒരു ചെറിയ ശതമാനമേ ഉള്ളൂ. നമുക്ക് അതെല്ലാം മാറ്റാൻ പറ്റും വീട്ടിലെ ഭക്ഷണം. ഇപ്പൊ ഷുഗർ ഒരു ജനിതക രോഗമാണെന്ന് കരുതി കയ്യിൽ കെട്ടിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്താൽ പോരാ, കാണിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് ഈ പറഞ്ഞു കൊടുക്കണ പരിപാടി ഒന്നും ഏൽക്കില്ല. അവരുടെ ഉപബോധ മനസ്സിലുള്ളത് അവര് കണ്ടു വളരുന്ന കാര്യം. അച്ഛനും അമ്മയും രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്ന കണ്ട ആ കുട്ടിക്ക് നടക്കണേന്റെ ബോധത്തെക്കുറിച്ചും വ്യായാമം ചെയ്യണേന്റെ ബോധത്തെക്കുറിച്ചും ഒരു ബോധം വരില്ലേ മാഡം? യെസ്. അപ്പോ നമ്മൾ കാണിച്ചു കൊടുക്കണം. രാവിലെ എഴുന്നേറ്റ് 2 കൈയും വീശി അച്ഛനും അമ്മയും നടക്കുന്നത് കണ്ടു വളരട്ടെ കുട്ടി. അച്ഛനും അമ്മയും വീട്ടിലെ ഭക്ഷണം കഴിച്ച് പിസയും ബർഗറും ഒന്നുമില്ല, മാഗിയൊന്നുമില്ല, പെറോട്ടയൊന്നും ഇല്ലാതെ നല്ല ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കുട്ടി വളരട്ടെ. അപ്പൊ ജനിതക രോഗമാണെന്ന് കരുതി അതിനെ അങ്ങ് മാറ്റി അവന്റെ വിധിയാക്കി മാറ്റാതെ ഇതിൽ നിന്ന് എങ്ങനെ കുഞ്ഞിനെ രക്ഷിക്കാമെന്ന് മാതാപിതാക്കൾ നോക്കണം. പിന്നെ 2, ഈ ഷുഗർ തുടങ്ങി ആരംഭത്തിൽ കണ്ടുപിടിച്ചാൽ ഷുഗർ നമുക്ക് പൂർണ്ണമായും മാറ്റാൻ പറ്റും. ഷുഗറിനെ മാറ്റാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ടോ? മാറ്റാൻ പറ്റും. കാരണം ആരംഭകാലത്തിൽ ഒരു 10-20 വർഷം കഴിഞ്ഞ് ഷുഗറിനെ മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ. തുടക്കത്തില് നമ്മള് കണ്ടുപിടിക്കുകയും, ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കണം? ഒരു 30 വയസ്സ് കഴിഞ്ഞ എല്ലാവരും വർഷത്തിലൊരിക്കൽ HbA1c നോക്കണം. അത് 5.7 താഴെയാണെങ്കിൽ നിങ്ങൾ സേഫ് ആണ്. 6.4 മുകളിലാണെങ്കിൽ പ്രമേഹം അകത്തു വന്നു, വീട്ടിന്റെ അകത്ത്. ഇനി 5.7 6.4 ഇടയിലാണെങ്കിൽ വീട്ടിലെ വാതിൽക്കൽ വന്ന് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. തുറന്നു കൊടുക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാം. നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ അത് അകത്ത് കയറില്ല, ഇല്ലെങ്കിൽ അകത്ത് കയറി നമ്മുടെ ഫ്രണ്ട് ഹാളിൽ അവിടെ സ്ഥിരമാക്കും. ഓക്കെ. അപ്പം നമ്മുടെ കിഡ്നിയുമായിട്ട് വരുമ്പോ ഇപ്പൊ പ്രമേഹം കണ്ടുപിടിച്ചു. എങ്ങനെ ഷുഗർ കിഡ്നിയെ ബാധിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? അങ്ങനെ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? പ്രമേഹം ഉണ്ട്, ഷുഗർ ആണ്, ഡയബറ്റീസ് ആണ്. എങ്ങനെ നമുക്ക് ഇത് കിഡ്നിയെ ബാധിക്കുന്നതിന് തടയാൻ പറ്റും? ഫുഡും മെഡിസിനും എടുക്കണം. എക്സലന്റ്. ഇപ്പം മെഡിസിൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. കാര്യം മെഡിസിൻ ഒരു 30% 40% റോൾ ഉള്ളൂ. ബാക്കി 60% നമ്മുടെ ഭക്ഷണ രീതിയും ജീവിത രീതിയുമാണ്. നമ്മള് കറക്റ്റ് ആയിട്ട് എല്ലാവരുടെയും ഒരു ധാരണ ചായയിലെയും കാപ്പിയിലെയും പഞ്ചസാര മാറ്റിയ പിന്നെ കുഴപ്പമില്ല. ഇപ്പം ഡോക്ടർ, ഞാൻ മധുരം ഒന്നും കഴിക്കുന്നില്ല, ഞാൻ ചായയിൽ പഞ്ചസാര ഇടുന്നില്ല, കാപ്പിയിൽ ഇടുന്നില്ല, എന്നാ ബ്രെഡും ബണ്ണും ബിസ്ക്കറ്റും റസ്കും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കും. വൈകുന്നേരം 2 റസ്ക്, രാവിലെ 2 ബിസ്ക്കറ്റ്. അതൊന്നും ആരും മധുരമായി കൂട്ടുന്നില്ല. പിന്നെ രാത്രിയാണെങ്കിൽ കപ്പയായിരിക്കും. നമ്മുടെ കപ്പയല്ലേ. ചോറാണെങ്കിലോ ഒരു പാത്രം നിറയെ ചോറ്, പ്ലേറ്റ് നിറയെ ചോറായിരിക്കും. ഈ ചോറും ദോശയും ചപ്പാത്തിയും കപ്പയെല്ലാം പുഴുങ്ങിയ പഞ്ചസാരയാണ്. ആവശ്യത്തിൽ കൂടുതൽ എടുത്ത 2 ദോശയ്ക്ക് പകരം 3 ദോശ എടുത്താൽ 3ാമത്തെ ദോശ പഞ്ചസാരയാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ വിചാരം നമ്മൾ സ്പൂണിൽ എടുത്തിടുന്ന പഞ്ചസാര അത് മാത്രമേ ഉള്ളൂ പഞ്ചസാര എന്ന് വെക്കും. അപ്പം കാർബോഹൈഡ്രേറ്റ്, അന്നജം എല്ലാം എന്തായി മാറും? ഗ്ലൂക്കോസ് ആയിട്ട് മാറും. അപ്പൊ ഭക്ഷണം നമ്മൾ നോക്കണം. പലപ്പോഴും ഷുഗർ കൂടി വരുമ്പോ ഞാനൊന്നും കഴിക്കുന്നില്ല, പിന്നെന്താ ഡോക്ടർ എന്റെ ഷുഗർ കൂടിയിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. അതിന് കാര്യം എന്താ? നമ്മൾ വീട്ടിൽ പോയി നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ നമ്മൾ കഴിക്കുന്ന നമുക്ക് ബിസ്ക്കറ്റിൽ മധുരം ഉണ്ടെന്ന് ഇപ്പൊ പലർക്കും അറിയില്ല. കുട്ടികൾക്ക് കൊടുക്കുക. കുഞ്ഞുങ്ങളില് ഇന്നിപ്പം ചെറുപ്പക്കാരിൽ 20 വയസ്സും 30 വയസ്സും ഉള്ളവർക്ക് പ്രമേഹം കൂടുതലാ. അതിന്റെ കാരണം എന്താണെന്നറിയോ? എന്തായിരിക്കും കാരണം? ഫുഡ്. ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ കഴിക്കുന്ന ഫുഡ് മാത്രമല്ല, ഒരു കുഞ്ഞ് ജനിക്കുമ്പോ തൊട്ട്, പണ്ട് നമ്മൾ കുഞ്ഞിൽ എന്താ ചെയ്യുന്ന? കുട്ടികൾക്ക് കുറുക്കും റാഗിയും ഒക്കെ കൊടുക്കും. ഇപ്പൊ എന്താ? സെർലാക്ക്, ബേബി ഫുഡ്. ഈ ഫുഡിന്റെ പാക്കറ്റ് ഒന്ന് എടുത്ത്
അതിന്റെ പുറകെയുള്ള ഷുഗറിന്റെ കണ്ടന്റ് ഒന്ന് നോക്കണം. ജനിക്കുമ്പോ തൊട്ടേ നമ്മൾ കൊടുത്തത് ഹൈ ഷുഗർ ഫുഡാ. ഇനി കുട്ടി വലുതായി സ്കൂളിൽ പോകുന്നു, സ്നാക്ക് ബോക്സിലെ പ്രധാന ഐറ്റം എന്താ? ബിസ്ക്കറ്റ്. മൈദയും പഞ്ചാരയും അല്ലാതെ അതിനകത്ത് വേറൊന്നുമില്ല. ഇനി കുട്ടിക്ക് പൊക്കം വെക്കണം, എനർജി വെക്കണമെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ബൂസ്റ്റ്, ബോൺവിറ്റ, അത് മൊത്തം പഞ്ചാരയാ. അതിനകത്ത് പ്രോട്ടീൻ ഒരു ഇത്തിരി പോലെ പ്രോട്ടീനേ ഉള്ളൂ. അതിനേക്കാളും നല്ല ഒരു മുട്ട എടുത്ത് കഴിക്കണതാണ്. ഒരു മുട്ടയ്ക്കുള്ള പ്രോട്ടീനേ ഉള്ളൂ അതിനകത്ത്. ഇനി അത് കഴിഞ്ഞ് സന്തോഷിപ്പിക്കാനാണെങ്കിലോ ലേസ്, കുർക്കുറ, അതാവുമ്പോ കുട്ടിയെ ഹാപ്പി, നമുക്ക് സന്തോഷം. പിന്നെ ചോക്ലേറ്റ്. പണ്ട് എന്റെ കുട്ടിക്കാലം തന്നെ എടുക്കുമ്പോ വല്ലപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന ഡയറി മിൽക്ക് എന്റെ മകന്റെ കാലം വന്നപ്പോ അവർക്ക് എന്നും കിട്ടുന്നു. അത്രയ്ക്ക് സുലഭിതമായിരിക്കുന്നു സ്വീറ്റ്സ് ഐറ്റംസ്. അപ്പൊ ഈ കുട്ടി ആയിരിക്കുമ്പോഴേ നമ്മൾ എങ്ങനെയാണ് അവരെ പ്രമേഹത്തിലോട്ട് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഡയറ്റ് പാറ്റേൺ മാറ്റണം. അപ്പൊ ഒന്ന്, നമ്മൾ ഭക്ഷണത്തില് ഷുഗർ കൺട്രോൾ ചെയ്യണം. HbA1c 7% താഴെ വയ്ക്കണം. 2, കിഡ്നിക്ക് 3 വില്ലന്മാരാ ഉള്ളത്. ഒന്ന് പ്രമേഹം. രണ്ടാമത്തെ വില്ലൻ ആരായിരിക്കും? BP. കറക്റ്റ്. അമ്മ വളരെ കറക്റ്റ് ആയിട്ട് മാഡം പറഞ്ഞു. BP. ഉയർന്ന BP ആണ് കിഡ്നിയുടെ അടുത്ത വില്ലൻ. അപ്പോ ഈ ഷുഗറും BPയും ക്ലോസ് ഫ്രണ്ട്സാ. പ്രമേഹം ഉണ്ടെങ്കിൽ കൂടെ എങ്ങ് എത്തും ഹൈപ്പർ ടെൻഷൻ, രക്താതിസമ്മർദ്ദം. അപ്പൊ BP റെഗുലറായി ചെക്ക് ചെയ്യണം. 130/80 അല്ലെങ്കിൽ 140/90 താഴെ BP വയ്ക്കണം. കൊളസ്ട്രോള് അതും കൺട്രോൾ ചെയ്ത് വെക്കണം. കിഡ്നിയുടെ മൂന്നാമത്തെ വില്ലൻ ആരായിരിക്കും? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ അമ്മയ്ക്ക്? എന്നാലും അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി, ഒബീസിറ്റി. ഒരുപാട് പേർക്ക് ഇപ്പൊ അമിതവണ്ണം ഉണ്ട്. ഞാനും ഒട്ടും മോശമല്ല, ഞാനും കുറയ്ക്കണം, എനിക്കറിയാം. അപ്പോ വണ്ണം കൂടുന്തോറും അതും കിഡ്നിയിലെ ഫിൽറ്ററിനെ ബാധിക്കും. അപ്പൊ ഈ 3 വില്ലന്മാരെയും കൺട്രോൾ ചെയ്ത് വെക്കണം. പിന്നെ നാലാമത് എന്തായിരിക്കും? നമ്മുടെ പുകവലി, മദ്യപാനം പോലുള്ള ശീലങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അപ്പൊ ഈ 10, 20, 30 സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് നാളെ തൊട്ട് നിർത്തണമെന്ന് പറഞ്ഞാൽ വല്ലോ നടക്കൂ? ഒന്നും നടക്കില്ല. അപ്പൊ നമുക്കൊരു ധാരണയിൽ അങ്ങ് എത്തണം. 20 സിഗരറ്റ് വലിക്കുന്ന ആള് 15 ആക്കൂ, കുറച്ച് കഴിഞ്ഞ് 10 ആക്കൂ, അത് കഴിഞ്ഞ് 5 ആക്കൂ. നമ്മളൊരു മയത്തിൽ ഡീൽ ചെയ്ത് അവര് നിർത്തും. പെട്ടെന്ന് നിർത്താൻ പറഞ്ഞാൽ ആരും നിർത്തത്തില്ല. അതുപോലെ തന്നെ മദ്യപാനം. പിന്നെ ഒന്ന്, വേദന സംഹാരികളുടെ ഉപയോഗം. എന്തിനും ഏതിനും നടുവേദന, തലവേദന, അവിടെ വേദന, ഇവിടെ വേദന, മെഡിക്കൽ ഷോപ്പിൽ പോകുന്നു, അവിടെ ഇരിക്കുന്ന ആള് ബ്രൂഫൻ, ഡൈക്ലോഫിനാൻ, അസിക്ലോഫിനാൻ എടുത്ത് കഴിക്കുന്നു, കിഡ്നിക്ക് ഡാമേജ് വരുന്നു. അപ്പൊ പെയിൻ കില്ലേഴ്സ് പരമാവധി ആവശ്യമില്ലാതെ, വളരെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒഴിവാക്കുക. പിന്നെ നല്ലൊരു ഉറക്കം വേണം. സ്ട്രെസ് ഒഴിവാക്കണം. സ്ട്രെസ് ഇല്ലാത്തവരായി ആരുമില്ല, അല്ലേ? ഇപ്പൊ ഞാൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ നടക്കൂല. അപ്പം നമ്മൾ തന്നെ അത് മാറ്റാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കണം. കാര്യം, ഈ ശരീരത്തിന്റെ ഹോർമോണൽ ചേഞ്ചസും മനസ്സിന്റെ ആരോഗ്യമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. അപ്പൊ ഒരു മെന്റൽ ഹെൽത്ത്, അതായത് നമ്മളൊരു യോഗയാകാം, മെഡിറ്റേഷൻ ആകാം, പാട്ടാകാം, ഡാൻസ് ആകാം, നമ്മുടേതായ രീതിയിൽ നമ്മുടെ സ്ട്രെസ് മാറ്റണം. പിന്നെ ഒരു പ്രധാന പ്രമേഹമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അണുബാധ വന്നാൽ, ഇൻഫെക്ഷൻസ് വന്നാൽ ആദ്യത്തെ ദിവസം തന്നെ ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കണം. പലപ്പോഴും ഈ കിഡ്നി വളരെയധികം ക്രിയാറ്റിനിൻ കൂടാനും ഡയാലിസിസിൽ എത്താനും ഒക്കെ ഉള്ള ഒരു പ്രധാന കാരണം ഇൻഫെക്ഷൻ വച്ചുകൊണ്ടിരിക്കും. പനിയല്ലേ, 4-5 ദിവസം കഴിഞ്ഞ് പോയി കാണിക്കാം, അല്ലെങ്കിൽ കുറഞ്ഞില്ലെങ്കിൽ പോകാന്ന് പറഞ്ഞ് വച്ചുകൊണ്ടിരിക്കും. അതിൽ ഏറ്റവും പ്രധാനം കാലിലെ ഇൻഫെക്ഷൻ. ഈ കാലിലെ ഇൻഫെക്ഷൻ വന്നാൽ ക്രിയാറ്റിനിൻ കൂടാൻ സാധ്യതയുണ്ടോ? പുറകിലുള്ളവർക്ക് എന്ത് തോന്നുന്നു? കാലിൽ ഇൻഫെക്ഷൻ വന്നാൽ ക്രിയാറ്റിനിൻ കൂടുമോ? എവിടെ ശരീരത്തിൽ അണുബാധ വന്നാലും ക്രിയാറ്റിനിൻ കൂടാം. അത് കാലിലെ ഇൻഫെക്ഷൻ ആകാം, ചെവിയിലെ ആകാം, പല്ലിലെ ആകാം. അപ്പൊ എവിടെ അണുബാധ വന്നാലും ആദ്യത്തെ ദിവസം ഡോക്ടറെ കാണിക്കണം. കാലിന് ഡയബറ്റീസുകാര് മുഖത്തേക്കാളും പ്രാധാന്യത്തോടെ നോക്കണം. അതെങ്ങനെ നോക്കും മുഖത്തേക്കാളും പ്രാധാന്യത്തോടെ? എല്ലാ ദിവസവും രാവിലെ ഒരു നേരെങ്കിലും, രാവിലെ എന്നല്ല എപ്പോഴെങ്കിലും നമ്മൾ കണ്ണാടിയിൽ നോക്കും, മുഖമൊക്കെ നല്ല വൃത്തിയായിരിക്കണോ നോക്കും, അതിന് വേണമെങ്കിൽ പൗഡറൊക്കെ ഇട്ട് കൊടുക്കും, കണ്ണ് എഴുതി കൊടുക്കും. അതുപോലെ പ്രാധാന്യത്തോടെ
പ്രമേഹ രോഗികൾ അവരുടെ കാലിനെ നോക്കണം. കാരണം പല ആൾക്കാർക്കും തരിപ്പ്, പെരിപ്പ്, പുകച്ചില്, മരവിപ്പ്, മുട്ടുസൂചിയിട്ട് കുത്തുന്ന പോലെ, മുളകരച്ച് തേക്കുന്ന പോലെ, ഇതൊക്കെ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ കാലിന്? ഇങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ കാല് കഴുകി കാലിന്റെ അടിഭാഗം നോക്കണം. കാര്യം ഈ വിണ്ടുകീറല്, മുള്ളുകൊള്ളത് ഒരു ഈർക്കിലായിരിക്കും കൊണ്ടത്. നമ്മൾ അറിയില്ല. ഈ സ്പർശന ശേഷി കുറവുള്ളവര് ഇത് അറിയത്തില്ല. അപ്പൊ വലിയ അൾസറൊക്കെ ആവുമ്പോഴായിരിക്കും കാണുന്നത്. അപ്പൊ എല്ലാ ദിവസവും രാത്രി പാദം നോക്കണം. നോക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന നമ്മുടെ ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടോ പറയണം. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു കണ്ണാടി എടുത്ത് കാലിന്റെ മുമ്പ് വെച്ചങ്ങ് നോക്കുക. കേട്ടോ? അപ്പൊ പാദ സംരക്ഷണം. പിന്നെ ഏറ്റവും പ്രധാനം, വീട്ടിന്റെ അകത്തും പുറത്തും ചെരുപ്പിടണം. രണ്ട് പ്രത്യേക ചെരുപ്പ് വയ്ക്കുക. അകത്തും ഇടണം, പുറത്തും ഇടണം. കാലിന്റെ ചേർന്ന ചെരുപ്പ്. ചില ആൾക്കാർക്ക് ചില ഏരിയയിൽ ഇങ്ങനെ തൊലിയൊക്കെ കട്ടിയായിട്ടിരിക്കും. അപ്പൊ പോഡിയാട്രി എന്ന വിഭാഗത്തിൽ കാണിച്ച് പരിശോധിച്ച് കാലിന് ചേർന്ന ചെരുപ്പിടാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചിലവർക്ക് ചെരുപ്പ് ഊരിപ്പോവും. എന്തുകൊണ്ടാ? അത്രയ്ക്ക് സ്പർശന ശേഷി കുറവായതുകൊണ്ട്. അപ്പൊ ബാക്ക് സ്ട്രാപ്പ് ഉള്ള ചെരുപ്പിടണം. അപ്പൊ കാല് നന്നായിട്ട് നോക്കിയാൽ തന്നെ കിഡ്നി ഫെയിലിയർ വരുന്നതിന്റെ ഒരു പ്രധാന കാരണം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രമേഹം ഉള്ളവർ ശ്രദ്ധിക്കണം. ഇനി കിഡ്നിക്ക് പ്രോബ്ലം വന്നോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഷുഗർ ഉണ്ട്, പക്ഷെ കിഡ്നിക്ക് അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? എന്ത് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ചുമ്മാ പറഞ്ഞു സർ. ക്രിയാറ്റിൻ കൂടുതലാണെങ്കിൽ ക്രിയാറ്റിനിൻ കൂടുതലാണെങ്കിൽ കിഡ്നി പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാം. പക്ഷെ അവിടെ ഒരു ചെറിയ പാളിച്ചയുണ്ട്. എന്താണെന്നറിയോ? അവിടെ ഇരിക്കണ ആർക്കെങ്കിലും അറിയോ? ക്രിയാറ്റിനിൻ മാത്രം നോക്കിയാലുള്ള പ്രശ്നം എന്താണ്? നോക്കൂ, രണ്ട് കിഡ്നിയുടെയും ഫങ്ഷൻ 50% പോകുമ്പോഴാണ് അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോഴാണ് ബ്ലഡിലെ ക്രിയാറ്റിനിൻ കൂടുന്നത്. അപ്പൊ ആരംഭത്തിലെ കണ്ടുപിടിക്കണം. 50% പോയി കഴിഞ്ഞിട്ട് പിന്നെ കണ്ടുപിടിച്ചിട്ട് എത്ര പ്രയോജനം വരും? അത്രയ്ക്ക് വരത്തില്ല. അപ്പൊ ആരംഭത്തിലെ കണ്ടുപിടിക്കാൻ, പ്രമേഹ രോഗമുള്ളവർക്ക് കിഡ്നിയെ ബാധിക്കുന്നതിൽ ആരംഭത്തിൽ കാണുന്നത് മൂത്രത്തിലെ പ്രോട്ടീൻ ലീക്കാണ്. മൂത്രം പതഞ്ഞു പോകാന്നൊക്കെ കേട്ടിട്ടില്ലേ? മൂത്രത്തിലെ പ്രോട്ടീൻ ലീക്കാണ്. അപ്പൊ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ എല്ലാ പ്രമേഹ രോഗികളും വർഷത്തിൽ ഒരിക്കൽ നോക്കണം. യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ. കാരണം പ്രോട്ടീൻ ലീക്ക് ഉള്ള സമയത്ത് തന്നെ കിഡ്നി രോഗം കണ്ടുപിടിച്ചാൽ നമുക്ക് ഒരുപക്ഷെ പൂർണ്ണമായും കിഡ്നിയെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ക്രിയാറ്റിനിൻ കൂടിയിട്ടാണെങ്കിൽ നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് പോവാന്നല്ലാതെ ചിലപ്പോ ഫുള്ളൊന്നും അത്ര പറ്റത്തില്ല. അപ്പോ എല്ലാ ഡയബറ്റിക് പേഷ്യൻസും വർഷത്തിലൊരിക്കൽ മൂത്രത്തിലെ പ്രോട്ടീൻ ലീക്ക് പരിശോധിക്കണം. യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ. അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്തോ ഡൗട്ട് ഉണ്ടല്ലോ. എന്നെ അവിടെ ഇരിക്കണ ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ മൈക്ക് കൊടുക്കാനായിട്ട്? ഒരു മോൻ അവിടെ കണ്ടല്ലോ, ഒരു കുട്ടി. എവിടെ പോയി? ഒരു സ്മാർട്ട് ബോയ്. ഓയ്, എനിക്കൊരു സഹായം തരുമോ? പേരെന്താ? എഫ്രൈം. എഫ്രൈം. നമുക്ക് നല്ല ഒരാളെ കിട്ടി. ഇവര് മടിച്ചിരിക്കും. ഇവരുടെ കയ്യിലൊക്കെ മൈക്ക് കേട്ടോ. പറഞ്ഞോളമ്മ. കിഡ്നി രോഗം ഡയബറ്റിക് ഇല്ലെങ്കിൽ, ഡയബറ്റിക് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കിഡ്നി രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? പ്രമേഹം ഇല്ലാത്തവർക്ക് കിഡ്നി രോഗം വരാൻ സാധ്യതയുണ്ടോ? അതല്ലേ? തീർച്ചയായും ഉണ്ട്. കിഡ്നി രോഗത്തിന്റെ ഒരു പ്രധാന റീസൺ ഡയബറ്റീസ് ആണ്. എന്ന് പറഞ്ഞാൽ അതല്ലാതെ ഒരുപാടുണ്ട്. പ്രഷർ കാരണം വരാം, വാതസംബന്ധമായ രോഗങ്ങൾ കൊണ്ടുവരാം. കിഡ്നിയുടെ അകത്ത് ഒരു അരിപ്പയുണ്ട്, ഗ്ലോമുർലസ് എന്ന് പറയും. നമ്മൾ ചായ അരിക്കണ അരിപ്പ കണ്ടിട്ടില്ലേ? അതുപോലെ കിഡ്നിക്കകത്ത് അരിപ്പയുണ്ട്. അതിന് തകരാറ് വരുന്ന വേറെയും ഒരുപാട് അസുഖങ്ങളുണ്ട്. പക്ഷേ ഭൂരിഭാഗ കിഡ്നി രോഗങ്ങളും നമ്മുടെ പ്രത്യേകിച്ച് ഈ പ്രായഘട്ടത്തിൽ കാണുന്നത് ഡയബറ്റീസ് കാരണം. വേറെ കാരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഡയബറ്റീസ് ഒരു പ്രിവെന്റബിൾ കോസ് ആണ്. അതായത് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നമുക്ക് കിഡ്നിയെ സംരക്ഷിക്കാൻ പറ്റും. ബാക്കി പല അസുഖങ്ങൾ കൊണ്ട് വരുന്നതും പലപ്പോഴും നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, അത് വന്നു, ചിലപ്പോൾ നമുക്ക് അത്രയും ക്യൂർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് നമുക്ക് തടയാൻ പറ്റും.
ഡയബറ്റീസ് കാരണം വരുന്ന കിഡ്നി രോഗം നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. ഡയാലിസിസ് പേഷ്യന്റില് 50% ഡയബറ്റീസ് കാരണമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാ ഡയാലിസിസ് കേന്ദ്രങ്ങളിലും 50% പേഷ്യൻസ് ഉണ്ടാവില്ല നമ്മൾ ആരംഭത്തിലെ പ്രമേഹം തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചെങ്കിൽ. അപ്പോ 3 സ്ക്രീനിങ് ടെസ്റ്റ് എല്ലാ പ്രമേഹ രോഗികളും വർഷത്തിൽ ഒരിക്കൽ ചെയ്യണം. ഒന്ന്, യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ. 2, ഒരു യൂറിൻ റുട്ടീൻ, അതൊരു 50 രൂപയുടെ ടെസ്റ്റ് ആണ്. പിന്നെ 3-മത് ബ്ലഡിലെ ക്രിയാറ്റിനിൻ. അപ്പൊ എല്ലാ പ്രമേഹ രോഗികളും വർഷത്തിലൊരിക്കൽ ഈ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് തങ്ങളുടെ കിഡ്നി ഓക്കെ ആണോ, എന്റെ കിഡ്നി ഓക്കെ ആണോ എന്ന് പരിശോധിക്കണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങള് പ്രമേഹം കാരണം കിഡ്നി രോഗം വരാതിരിക്കാൻ. വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് തിരിച്ചറിയാൻ പറ്റും? കിഡ്നി രോഗത്തിന് ലക്ഷണങ്ങളുണ്ടോ മാഡം? എവിടെ പോയി എന്റെ ഫ്രണ്ട്? ആ, ബാ. കാലില് നീര് വെക്കും. കാലില് നീര് വരും. പിന്നെ കാലില് നീര് വരും, യൂറിൻ പതഞ്ഞു പോകും, യൂറിനില് ബ്ലഡ് കാണാം, അടിക്കടി യൂറിൻ പോകാൻ ഉള്ള പ്രവണത വരാം, ചിലപ്പോ യൂറിന്റെ അളവ് കുറയാം, മനം പുരട്ടല്, ഛർദില്, ഇതെല്ലാം കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ? പിന്നെ കാലില് കോച്ചിപ്പിടുത്തം, ഉറക്കത്തിനെ ബാധിക്കാം, എല്ലുകൾക്ക് വേദന, കണ്ണിന് ചുറ്റും ഒരു തടിപ്പ് വരാം. പക്ഷേ ഇതെല്ലാം കുറെ അഡ്വാൻസ്ഡ് കിഡ്നി പ്രോബ്ലം പോകുമ്പോഴാണ്. ആരംഭ സ്റ്റേജിൽ ഒരു ലക്ഷണവും കാണില്ല. പലപ്പോഴും 7ഉം 8ഉം ക്രിയാറ്റിൻ ഒരു നോർമൽ 1.1 1.2, പലപ്പോഴും 7ഉം 8ഉം ഒക്കെ നമ്പർ ഉണ്ടെങ്കിലും ലക്ഷണമൊന്നും പുറത്ത് കാണില്ല, ക്ഷീണം മാത്രം കാണും. അത് ഉറക്കമില്ലായ്മയാണെന്ന് വിചാരിക്കും. അപ്പം കിഡ്നി രോഗങ്ങളിൽ 90%വും ആൾക്കാർ തിരിച്ചറിയില്ല ആരംഭഘട്ടത്തിൽ. അപ്പൊ റെഗുലർ സ്ക്രീനിങ് അത്യാവശ്യം. അപ്പൊ നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മളിപ്പോ കടയിൽ പോയി സാധനം വാങ്ങാൻ ഇഷ്ടം പോലെ പൈസ കൊടുക്കും, സിനിമയ്ക്ക് പോകാൻ ഇഷ്ടം പോലെ പൈസ കൊടുക്കും, അതിന് കൊടുക്കും ഇതിന് കൊടുക്കും, ചപ്പ് ചവറ് വാങ്ങി തിന്നാൻ കൊടുക്കും. പക്ഷെ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഉയ്യോ, ആ ഡോക്ടർ പൈസ വിടുങ്ങാൻ വേണ്ടി പറയണ പരിപാടികളാ. ഒന്നും പറ്റത്തില്ല. എത്ര രൂപയാന്നേ ചെലവ്. നമ്മള് ഈ ടെസ്റ്റ് എല്ലാം വർഷത്തിൽ ഒരു സിനിമ കാണുന്ന മാറ്റി വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ ടെസ്റ്റ് എല്ലാം സുഖമായിട്ട് ഒരു കുടുംബം മുഴുവൻ ചെയ്യാം. അപ്പൊ നമ്മള് ഈ ചില കാര്യങ്ങളിൽ നമുക്കുള്ള പിശുക്ക് ഒന്ന് മാറ്റി വെച്ചാൽ മതി, നമുക്ക് ഈ സ്ക്രീനിങ് ടെസ്റ്റ് എല്ലാം ചെയ്ത് കറക്റ്റ് സമയത്ത് കിഡ്നിയുടെ അസുഖങ്ങൾ തിരിച്ചറിയാം. ഇതിനൊരു പ്രത്യേകത ഉണ്ട് മോനുടെ, ഈ കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ചാൽ മരുന്നുകളുണ്ട്. എന്നാൽ കുറച്ച് വൈകി കഴിഞ്ഞാൽ ഈ മരുന്ന് പലതും എടുക്കാൻ പറ്റില്ല, മരുന്ന് സെറ്റ് ആവില്ല, പിന്നെ നമുക്ക് അധികം ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് ബെനിഫിറ്റും കുറഞ്ഞു വരും. അപ്പം ആരംഭത്തിൽ ഈവൻ ക്രിയാറ്റിനിൻ കൂടിയാൽ പോലും ആരംഭ സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഒരുപാട് നല്ല മരുന്നുകളുണ്ട്. ഓക്കെ, പിന്നെ അപ്പൊ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കിഡ്നി രോഗം വരുമ്പോൾ പുറത്തു വരാം, പക്ഷെ അതെപ്പോഴും കൂടിയ അഡ്വാൻസ്ഡ് കിഡ്നി രോഗം വരുമ്പോഴാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊന്ന്, നമ്മൾ ഈ ഇൻസുലിൻ എടുക്കുമ്പോൾ പലപ്പോഴും ഒരു ഭയമാണ് അല്ലേ? ഇൻസുലിൻ എടുക്കാൻ ഇല്ല, ആരൊക്കെ പ്രമേഹം ഉണ്ടെന്ന് പറഞ്ഞത്? ഇൻസുലിൻ എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? തനിച്ചാണോ എടുക്കുന്നത്? തനിച്ചാണോ എടുക്കുന്നത്? വെരി ഗുഡ്. പല പേഷ്യൻസും തനിച്ചെടുക്കാൻ പേടിയാ, അപ്പുറത്തും ഇപ്പുറത്തുള്ളവരെ കൊണ്ട് അടുപ്പിക്കുന്നത്. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടുകാരില്ലെങ്കിൽ തീർന്നു. അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഇല്ലാത്ത വീടുകളിൽ ഇൻസുലിൻ വെക്കാൻ പറ്റുമോ? എല്ലാവരുടെയും വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടല്ലേ, അപ്പൊ ആ ഒരു ചോദ്യത്തിന് വലിയൊരു പ്രസക്തി ഇല്ലാന്ന് തോന്നുന്നു. നമ്മളൊരു മൺകൂജ എടുത്തിട്ട് അതിനകത്ത് വെള്ളം വെച്ച് ഒരു ചെറിയ തട്ടം വെക്കാം, എന്നിട്ട് അതിന്റെ മുകളിൽ ഇൻസുലിൻ വെക്കുക. അതിന്റെ ആ തണുപ്പ് മതി, റൂം ടെമ്പറേച്ചറിൽ നമുക്ക് വയ്ക്കാം. പലപ്പോഴും ഇൻസുലിൻ എടുക്കാൻ മടിക്കുന്നതിന്റെ ഒരു കാരണം തനിച്ച് കുത്തി വെക്കാൻ പേടിയാണ്. 2, ചിലർ പറയും ഫ്രിഡ്ജില്, കുറച്ചും കൂടി പാവങ്ങളുടെ ഇതിൽ പറയുന്നതാണ്. അപ്പോ മെയിൻ ആയിട്ട് അതുപോലെ തന്നെ മറ്റൊന്ന്, വീട്ടില് സ്വന്തമായി നോക്കാൻ ഒരു ഗ്ലൂക്കോമീറ്റർ വേണം. ഉണ്ടോ എല്ലാവരുടെയും വീട്ടില്? എത്ര പേരുടെ വീട്ടില് ഷുഗർ നോക്കാനുള്ള മെഷീൻ ഉണ്ട്? വെരി ഗുഡ്. നമ്മൾ സ്വയം അത് ഇടയ്ക്കിടയ്ക്ക് നോക്കി, പിന്നെ ആ മെഷീനും കാലിബ്രേറ്റഡ് ആണോ എന്ന് നോക്കണം. അതായത് ഒരിക്കൽ ലാബിൽ പോയി അതേ സമയത്ത് ലാബിൽ ബ്ലഡ് കൊടുക്കുന്ന അതേ സമയത്ത് മെഷീനിലും നമ്മുടെ ഈ ഷുഗർ നോക്കണം.
ഇത് രണ്ടും ഒന്നാണോ എന്ന് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യണം. ചിലപ്പോൾ മെഷീൻ പറ്റിക്കും. അതുപോലെ തന്നെ BP നോക്കണ മെഷീൻ അതും വീട്ടിൽ വേണം. എത്ര പേരുടെ വീട്ടിലുണ്ട്? അയ്യോ കൊള്ളാല. അച്ഛാ ഇവിടെ ഉള്ള എല്ലാരും ഭയങ്കര ആരോഗ്യത്തെ കുറിച്ച് അവർക്ക് അറിയാം. ഞാൻ ഇനി ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. അവർക്ക് അത്രയും നല്ലൊരു അവബോധം ഉണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാ ഇത്രയും നല്ലൊരു ഹെൽത്തിനെ കുറിച്ച് ബോധമുള്ള ഒരു ക്രൗഡിനെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേയും ഇവിടെ പല ക്ലാസ്സുകളും പല കാര്യങ്ങളും അത്രയും ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആൾക്കാരുടെ ഇടയിൽ ഈ ഇടവകയിൽ നടക്കുന്നുണ്ടെന്നതിന്റെ തെളിവാ. ഇത്രയും അറിവുള്ള ആരോഗ്യത്തിന് എങ്ങനെ പരിപാലിക്കാന്ന് അറിവുള്ള ആൾക്കാർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുറെ നേരമായിട്ട് ഞാൻ തന്നെ സംസാരിക്കുന്നു. എന്റെ മോൻ എവിടെ? ആർക്കാ ഡൗട്ട് ഉള്ള എന്തെങ്കിലും ഷുഗർ സംബന്ധമായ ഡൗട്ട്സോ കിഡ്നി സംബന്ധമായോ അല്ലെങ്കിൽ എന്ത് ഡൗട്ട്? ഇതാ മില്ലറ്റ്സ്. മില്ലറ്റ്സ് ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചോറ് എടുത്താലും മില്ലറ്റ്സ് എടുത്താലും പോർഷൻ സൈസ് കൺട്രോൾ ചെയ്യണം. ഇപ്പൊ മില്ലറ്റിന് കുറച്ചും കൂടെ ഫൈബർ ഉണ്ട്, കുറച്ചും കൂടെ ഷുഗർ സ്പൈക്ക് വേഗം വരത്തില്ല. നമുക്കൊരു ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ചില ഫുഡ് എടുക്കുമ്പോൾ ഷുഗർ വേഗം ബ്ലഡിൽ കൂടും, വേഗം കുറയും. ഈ വേഗം കൂടി വേഗം കുറയുന്ന അവസ്ഥ നല്ലതല്ല. പെട്ടെന്ന് കൂടി പെട്ടെന്ന് കുറയുമ്പോൾ കുറഞ്ഞു വരുമ്പോൾ നമുക്ക് പിന്നെയും വിശപ്പ് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ രാവിലെ 4 ചപ്പാത്തി കഴിച്ചു, 9 മണിക്ക് കഴിച്ചു, ഒരു 11-12 മണിയാകുമ്പോൾ ഭയങ്കര വിശപ്പാ. രാവിലെ 4 ചപ്പാത്തി കഴിച്ചിട്ടും 2-3 മണിക്കൂർ കഴിഞ്ഞ് വിശപ്പാ. എന്നാ ഈ 4ന് പകരം ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് 2 ചപ്പാത്തി ആക്കി എടുത്തെങ്കിൽ ഈ ഗ്ലൂക്കോസ് സ്പൈക്ക് ഇത്രയും വരില്ല. അതുപോലെ തന്നെ ചില ഫ്രൂട്ട്സ്, നമ്മുടെ ഈ വാഴപ്പഴം, കപ്പപ്പഴം, ഏത്തപ്പഴം, ചക്കപ്പഴം, മാമ്പഴം ഇതെല്ലാം എടുക്കുമ്പോൾ വേഗം ഷുഗർ കൂടും, വേഗം കുറയും. ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മില്ലറ്റ് ആയാലും ചോറായാലും കപ്പയായാലും അളവ് കുറച്ചെടുത്താൽ കുഴപ്പമില്ല. അളവ് കൂടുതൽ എടുക്കുമ്പോഴാണ് ഇതെല്ലാം വില്ലന്മാരാകുന്നത്. ഫ്രൂട്ട്സ് കഴിക്കാമോ പ്രമേഹ രോഗികൾ? കഴിക്കാമോ മാഡം? കഴിക്കാം. എങ്ങനെ കഴിക്കാം? എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം. അധികം പഴുക്കാത്ത, കറക്റ്റ്. ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ അധികം പഴുക്കാത്ത ഫ്രൂട്ട്സ് നോക്കി എടുക്കാം. പിന്നെ ചില ഫ്രൂട്ട്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു പെട്ടെന്ന് ഷുഗർ കൂടും, പെട്ടെന്ന് ഷുഗർ കുറയും. അപ്പൊ എന്ത് ചെയ്യണം? ഈ പെട്ടെന്ന് കൂടി പെട്ടെന്ന് കുറയുന്ന വാഴപ്പഴം, കപ്പപ്പഴം, ഏത്തപ്പഴം, മാമ്പഴം, ചക്കപ്പഴം തുടങ്ങിയ ഫ്രൂട്ട്സ് കഴിയുന്നത്ര കുറയ്ക്കുകയോ ചെയ്യുക. ആപ്പിള്, പേരയ്ക്ക, മാതളങ്ങ, ബെറി, സ്ട്രോബെറി ഒക്കെ കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. ഇതെല്ലാം ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സാ. അതായത് ഷുഗർ പതുക്കെ കൂടുള്ളൂ, ഇങ്ങനെ ഒരു സ്റ്റഡി ലെവൽ കാണും, പതുക്കെ കുറയുള്ളൂ. എന്ത് സാധനവും വേഗം കൂടി വേഗം കുറയണ ദോഷാണ്. അപ്പൊ ഈ ഞാൻ രണ്ടാമത് പറഞ്ഞ ഫ്രൂട്ട്സ് ആണ് ബെറ്റർ, ഭേദപ്പെട്ട ഫ്രൂട്ട്സ്. 2, എടുക്കുമ്പോൾ പോർഷൻ സൈസ് കുറയ്ക്കണം. വാരി വലിച്ചു തിന്നാൽ എല്ലാം പ്രശ്നമാണ്. 3, ജ്യൂസ് ആയിട്ട് എടുക്കണ്ട. ജ്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ നാരും പോവും, അതിന്റെ സത്തും പോവും. അപ്പൊ ഫ്രൂട്ട് ജ്യൂസ് വേണ്ട, ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തോളൂ. അളവ് പരിമിതപ്പെടുത്തുക. പിന്നെ ആഹാരമൊക്കെ കഴിച്ച് ഒരു മധുരമായിട്ട് ഫ്രൂട്ട്സ് എടുക്കരുത്. ഒരു എന്താ പറയുക, മധുരം പോലെയാണ് മിക്കവരും ഫ്രൂട്ട്സ് എടുക്കണം. ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് ഒരു പഴം, അങ്ങനെയല്ല. നമ്മള് ഒരു ഇടനേര ഭക്ഷണം പോലെ ഫ്രൂട്ട് എടുക്കണം. ഒരു ഉദാഹരണം, രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഒരു 11 മണിയാകുമ്പോൾ ഒരു ഫ്രൂട്ട് കഴിക്കാം. അതായത് ആഹാരത്തിന്റെ കൂടെയല്ല, ഒരു ഇടനേര സ്നാക്ക് അല്ലെങ്കിൽ ഭക്ഷണം പോലെ എടുക്കുക. ഓക്കെ, ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ ഫ്രൂട്ട്സ് എടുക്കാം. അപ്പം എന്ത് സാധനവും എടുക്കാം. കപ്പയെ എടുത്തോളൂ. ബിരിയാണി കഴിക്കാമോ പ്രമേഹമുള്ളവർ? കഴിക്കാം, പക്ഷെ ക്വാണ്ടിറ്റി നോക്കണം. എക്സലന്റ്, കഴിക്കാം. ചിക്കൻ പ്രോട്ടീൻ നമുക്ക് നല്ലതാ. ചിക്കൻ എടുത്തിട്ട് ആ ചോറിന്റെ പോർഷൻ അങ്ങ് കുറയ്ക്കുക. അപ്പൊ ബിരിയാണിയും കഴിക്കാം. അപ്പൊ കഴിച്ചുകൂടാന്നല്ല, നമ്മൾ എന്ത് കഴിച്ചാലും അതിന്റെ അളവ് പരിമിതപ്പെടുത്തുക. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാർബോഹൈഡ്രേറ്റിന്റെയും പ്രോട്ടീനിന്റെയും ഫാറ്റിന്റെയും ശരിയായിട്ടുള്ള ഒരു അനുപാതം പറയാം. നമ്മളൊരു ഉദാഹരണം പറയാം. നമ്മളൊരു പ്ലേറ്റ് എടുക്കണം. ഉച്ചക്കത്തെ ചോറിന്റെ ഒരു ബാലൻസ് ഡയറ്റ് എന്ന് പറയും. ഒരു പ്ലേറ്റ് എടുത്ത്
നമ്മൾ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു ചോക്ക് എടുത്ത് വരയ്ക്കണമെന്നല്ല, ഒരു ഊഹം വെച്ച് അതില് ഒരു ഭാഗം, അതായത് 1/4 ഓഫ് ദി പോർഷൻ കാർബോഹൈഡ്രേറ്റ്, ചോറോ ചപ്പാത്തിയോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അതെടുക്കാം. അടുത്ത 1/4 പ്രോട്ടീൻ. വെജിറ്റേറിയൻ ആൾക്കാർക്കാണെങ്കിൽ പയറ്, കടല, ദാല്. നോൺ വെജ് എടുക്കുന്ന ആളാണെങ്കിൽ മീൻ, ഇറച്ചി, മുട്ട. അതൊരു 1/4. ബാക്കിയുള്ള 1/4 വെജിറ്റബിൾസ്, പച്ചക്കറികൾ. പിന്നെ ഒരു 1/4 ഉണ്ടല്ലോ, 25%. അതില് ഈ പറഞ്ഞ എന്തെങ്കിലും ലോക്കലി അവൈലബിൾ ഫ്രൂട്ട്സിന്റെ ഒരു ചെറിയ പോർഷൻ. അപ്പം പോർഷൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ 4 കാര്യങ്ങൾ, പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം നമ്മുടെ പ്ലേറ്റിൽ വേണം. നമ്മൾ എന്താ ചെയ്യുന്നത്? ചോറ് ഒരു പ്ലേറ്റിന്റെ 4ൽ 3 ഭാഗവും ചോറായിരിക്കും, ഒരു പേരിന് 2 കറി, ഇത്ര തന്നെ. ഇതാണ് നമ്മുടെ ഭക്ഷണ രീതിയിലെ പ്രശ്നം. പ്ലേറ്റിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യൂ. ചോറ്, പ്രോട്ടീൻ, വെജിറ്റബിൾ, ഫ്രൂട്ട്. രാവിലെ ദോശയാണെങ്കിലും അങ്ങനെ തന്നെ, ഒരു ഏരിയ ദോശ, ഒരു ഏരിയയിൽ ഒരു എന്തെങ്കിലും വെജിറ്റബിൾ രാവിലെ എടുക്കുക, ചെറിയൊരു ഫ്രൂട്ട് എടുക്കുക, ഒരു മുട്ട എടുക്കുക. അപ്പൊ ദോശയ്ക്ക് മുട്ട ചേരുന്നില്ലെങ്കിൽ കടലയാകാം, പയറാകാം. അപ്പം നമ്മുടെ പ്ലേറ്റില് ഈ പറഞ്ഞ 4 വിഭാഗത്തിലെ ഫുഡും എല്ലാ സമയവും ഉണ്ടാവണം. അതാണ് സമീകൃത ആഹാരം, ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഡയാലിസിസിലോട്ടൊന്നും പോകുന്നില്ല, കാര്യം നമുക്ക് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കിഡ്നി രോഗം വരാതിരിക്കാനുള്ള ക്ലാസ് ആണ്. വന്നു കഴിഞ്ഞിട്ടുള്ള ക്ലാസ് വേണ്ട. ഇവിടെ അത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കും. ഇവിടെ വേണ്ടത് ഒരു ഷുഗർ ആരംഭത്തിലെ കണ്ടുപിടിക്കണം, വന്നു കഴിഞ്ഞാൽ കിഡ്നി പ്രോബ്ലം വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. മാഡത്തിന് എന്തോ പറയാനുണ്ട്? ടാബ്ലറ്റ് ആണോ ഇൻസുലിൻ ആണോ നല്ലത്? ഈ പ്രമേഹത്തിന് 2 ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1ഉം ടൈപ്പ് 2. കുട്ടികളിൽ വരുന്നത് ഭൂരിഭാഗവും ടൈപ്പ് 1 ഡയബറ്റീസാ. അവിടെ ഇൻസുലിൻ, നമ്മുടെ ഇൻസുലിൻ ശരീരത്തിൽ ഒരു ഗ്രന്ഥിയുണ്ട്, പാൻക്രിയാസ് ഗ്രന്ഥി, വയറിന്റെ ഇവിടെയായിട്ട് വരും. ഈ ഗ്രന്ഥി പ്രവർത്തിക്കില്ല. അങ്ങനെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇൻസുലിൻ തന്നെ വേണം. എന്നാൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരിൽ എല്ലാവരും, ഭൂരിഭാഗം പേർക്കും ടൈപ്പ് 2 ഡയബറ്റീസാ. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാ വരുന്നത്. അതായത് അമിതവണ്ണവും, നമ്മൾ വിചാരിക്കും അമിതവണ്ണം എന്ന് പറഞ്ഞാൽ ഈ പുറത്ത് കാണുന്ന വണ്ണം വിചാരിക്കും. പലപ്പോഴും മെലിഞ്ഞിരിക്കും, വയറ് നല്ല വലുതായിരിക്കും. മിക്ക മലയാളികളും അങ്ങനെയാ, കൈയും കാലും ഒക്കെ മെലിഞ്ഞിരിക്കും, വയറ് ഇത്ര കാണും. അപ്പം ഇൻസുലിൻ ഉണ്ട്, പക്ഷെ പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഈ ടൈപ്പ് 2 ഡയബറ്റീസിന്റെ ആദ്യകാലങ്ങളിൽ ടാബ്ലറ്റ് വലിക്കും. പിന്നെ നമ്മൾ വെയിറ്റ് ഒക്കെ കുറച്ച് ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചു പോയാൽ ജീവിതകാലം മുഴുവൻ ടാബ്ലറ്റ് മതിയാവും. പക്ഷെ ചില ആൾക്കാർക്ക് ഇൻസുലിൻ, അതായത് ഡയബറ്റീസിന്റെ പഴക്കം കൂടും തോറും പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞു കുറഞ്ഞു വരികയും പിന്നെ ഇൻസുലിനിലോട്ട് പോവുകയും വേണം. അപ്പൊ ഈ ടാബ്ലറ്റ് ആണോ ഇൻസുലിൻ ആണോ നല്ലതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഷുഗറിന്റെ കാഠിന്യം, ഡയബറ്റീസിന്റെ പഴക്കം, എത്ര വലിയ ഒരു 500 ഷുഗറായിട്ട് വരുന്നവർക്ക് ടാബ്ലറ്റ് പറ്റൂല. അവിടെ ഇൻസുലിൻ എടുത്ത് ഷുഗർ കുറച്ച് കഴിഞ്ഞ് പിന്നെ ടാബ്ലറ്റിലോട്ട് വേണമെങ്കിൽ പോകാം. അപ്പം ഒരു ഫിക്സഡ് പറയാൻ പറ്റില്ല, ടാബ്ലറ്റ് ആണോ ഇൻസുലിൻ ആണോ നല്ലതെന്ന് ചോദിച്ചാൽ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം. ഓക്കെ ഡോക്ടർ, ആ. നമ്മുടെ ഷുഗർ ഡൗൺ ആയി കഴിഞ്ഞാൽ വേർക്കുമ്പോൾ അൺകോൺഷ്യസ് ആവുമോ? ഇത് ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഡയബറ്റീസ് പ്രമേഹമുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മള് ട്രീറ്റ്മെന്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയ എന്ത് പറ്റും? ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും, ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ. അപ്പം ഈ ഒരു അവസ്ഥ ഒരു നോർമൽ ആൾക്ക്, അതായത് വലിയ ഡയബറ്റീസ് പഴക്കമൊന്നും ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് ഒരു പരവേശം വരും, ഒരു വെപ്രാളം വരും, വിശക്കണമെന്ന് തോന്നും, ദാഹം തോന്നും, കഴിക്കണമെന്ന് തോന്നും, വേർക്കാൻ തുടങ്ങും, പടപടപ്പ് വരും. അത് ആദ്യത്തെ സ്റ്റേജ്. ഈ സ്റ്റേജിൽ നമ്മൾ ഒന്നും ചെയ്തില്ല, ആഹാരം ഒന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജില് ഓർമ്മ പോവാൻ തുടങ്ങും, ചിലപ്പോൾ ഫിറ്റ്സ് വരും, കോമയിലോട്ട് പോകാം. ഇനി ഇതെല്ലാം ഹൈപ്പോഗ്ലൈസീമിയയുടെ, ഷുഗർ കുറയണേന്റെ ലക്ഷണങ്ങളാണ്. ഇനി വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്, അവര് ഒരു ലക്ഷണവും അറിയത്തില്ല. ഹൈപ്പോഗ്ലൈസീമിക് അൺഅവെയർനെസ്, അതായത് ഷുഗർ കുറഞ്ഞാലും
ശരീരം അറിയുന്നില്ല. ഈ ആദ്യം പറഞ്ഞ ലക്ഷണങ്ങൾ എങ്ങനെ വന്നെന്നറിയോ? ഷുഗർ കുറയുമ്പം നമ്മുടെ ശരീരം തന്നെ അയ്യോ കുറഞ്ഞു എന്ന് പറഞ്ഞ് കുറെ ഹോർമോൺസിനെ ഉണ്ടാക്കും ഷുഗർ കൂട്ടാൻ. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ലക്ഷണങ്ങൾ വന്നത്. പക്ഷേ ഈ പ്രമേഹം ദീർഘനാള് നിൽക്കുമ്പോ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ പ്രധാന ഞരമ്പുകളെ അവർ ബാധിക്കും. ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞ ഒരു അവസ്ഥ വരും. അതായത് നാഡികൾ തളർന്നു പോകും. ഈ ലക്ഷണങ്ങളൊന്നും കാണില്ല. അപ്പൊ നമ്മൾ ഷുഗർ നോക്കുമ്പോ 50, പക്ഷെ ഒരു പ്രോബ്ലം ഇല്ല, വേർക്കുന്നില്ല, പടപടപ്പില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ളവര് ഭയങ്കര ടൈറ്റ് കൺട്രോൾ ഓഫ് ഷുഗറിന് പോകരുത്. അവരൊരു നമ്മൾ സാധാരണ പറയുന്നതിനും കുറച്ച് കൂടുതൽ ഷുഗർ ഇരുന്നാലും കുഴപ്പമില്ല, അടിക്കടി ചെക്ക് ചെയ്യണം. പിന്നെ എല്ലാ ഷുഗർ പേഷ്യൻസും അവരുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ അവരുടെ ചെറിയ ഹാൻഡ് ബാഗില് ഒരു ചോക്ലേറ്റ് കൊണ്ടു നടക്കണം. എപ്പം ഈ പറഞ്ഞ വേർക്കല്, പടപടപ്പ്, വല്ലായ്മ വന്ന ഷുഗർ കൂടിപ്പോയാലും സാരമല്ല, ആ ചോക്ലേറ്റ് അങ്ങ് എടുത്ത് കഴിക്കണം. അപ്പം എത്ര പേരുടെ ഇവിടെ ഇരിക്കുന്ന പ്രമേഹമുള്ളവരുടെ എത്ര പേരുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ ബാഗിൽ ചോക്ലേറ്റ് ഉണ്ട്? ആ ആ അമ്മ എല്ലാ കാര്യങ്ങളും വളരെ ഫോളോ ചെയ്യുന്ന അമ്മ. അമ്മയുടെ പേരെന്താ? മേരിക്കുട്ടി കോശി. മേരിക്കുട്ടി അമ്മ ശരിക്കും നമുക്ക് എന്താ പറയുക, എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റ് ആയിട്ട് അമ്മയ്ക്ക് അറിയാം. അപ്പൊ നമ്മുടെ എല്ലാവരുടെ ഈ ബാഗിലിരിക്കുന്ന ചോക്ലേറ്റ് എപ്പോഴും എടുത്ത് കഴിച്ചേക്കല്ലേ. ചുമ്മാ കഴിക്കാനല്ല, എമർജൻസി ലൈഫ് സേവിങ് ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. അപ്പൊ കയ്യിൽ ഒരു ചോക്ലേറ്റ് വേണം. ഈ ഓട്ടോണമിക് ന്യൂറോപ്പതി അത് എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പരിശോധിക്കുമ്പോൾ അറിയാം. ലാബിൽ നിന്ന് വിളിച്ചു പറയാം 50 ഉള്ളൂ ഷുഗർ, നിങ്ങൾ അറിയത്തില്ല. അങ്ങനെയുള്ളവര് കുറച്ചും കൂടി ഒരു ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുകയും അത് ഡോക്ടർ തന്നെ അവരുടെ മരുന്ന് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തരും. നിങ്ങളുടെ ഡോക്ടറെ കണ്ട് അതിന് വേണ്ട ഇത് എടുക്കണം. ഓക്കെ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, രാവിലെ ആ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടിന്യൂസ് കഴിക്കാതെ ഇരുന്നാൽ ഡയബറ്റിക് പിടിപെടുമോ? അതൊരു എന്താ പറയാ, ഇപ്പോഴത്തെ കാലത്തില് പല ആൾക്കാരും തിരക്കുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നില്ല. നമുക്കൊരു ചൊല്ലുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ കഴിക്കണം, ഡിന്നറ് ഭിക്ഷക്കാരനെ പോലെ കഴിക്കണം. അത്രയ്ക്കായിരിക്കണം നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ പ്രാധാന്യം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാതിരുന്നാൽ ഷുഗർ വരുമോ എന്ന് ചോദിച്ചാൽ രാവിലെ ഒന്നും കഴിക്കാതെ പോകും. ഒരു 11 മണിയാകുമ്പോൾ വിശപ്പ് വരും. നമ്മൾ ജോലി ചെയ്യണ സ്ഥലത്ത് 11 മണിക്ക് എളുപ്പത്തിൽ കിട്ടണ എന്തായിരിക്കും? പരിപ്പ് വട, പപ്സ്, ഉഴുന്നുവട, അങ്ങനെ തുടങ്ങിയ കടപ്പണ്ണ ഈ സ്നാക്സ് ആയിരിക്കും. അപ്പൊ അതായിരിക്കും ഫുള്ളും എടുത്ത് കഴിക്കുന്നത്. അപ്പൊ രാവിലെ ആഹാരം കഴിക്കാതെ പോകുമ്പോ നമ്മുടെ ഭക്ഷണക്രമം മൊത്തം തെറ്റും. കിട്ടുന്ന ചപ്പ് ചവറെല്ലാം എടുത്ത് കഴിക്കും. തീർച്ചയായും അത് ഡയബറ്റീസിലേക്കുള്ള ഒരു പാത തന്നെയാണ്. അപ്പം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് നന്നായി കഴിക്കണം. എനിക്ക് തോന്നുന്നത് കുട്ടികൾക്കാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കഴിക്കുന്നുണ്ടാവും. ഒരു യങ് ജനറേഷനാണ് ഇതൊരു പ്രശ്നം വരുന്നത്. 4-5 വർഷം കണ്ടിന്യൂസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ലായിരുന്നു, ജോലിക്ക് പോയി. ഞാൻ ടയേർഡല്ല, വളരെ ആക്റ്റീവായിട്ട് തന്നെ ക്ലാസ് എടുക്കുമായിരുന്നു. അങ്ങനെ ഡയബറ്റിക് ആയി. മാഡം ടീച്ചറാണല്ലേ? അപ്പൊ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട സാധനങ്ങളായിരുന്നു. വീട്ടിലെ തിരക്കുകൊണ്ടായിരിക്കാം, അവർക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പം കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കാര്യത്തിലേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ടങ്ങ് ഇറങ്ങി ഓടിക്കാണ്. പക്ഷെ നമ്മൾ ആഹാരം എല്ലാ സമയവും കഴിക്കണം. പിന്നെ ഈ കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞുണ്ട്, ഈ ഫുൾ 14 തൊട്ട് 16 മണിക്കൂർ പട്ടിണി കിടന്നുള്ള. പക്ഷെ അതൊന്നും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒരു രീതിയിൽ ആഹാരം കഴിക്കുമ്പം മൈൻഡ്ഫുൾ ഈറ്റിംഗ്, മനസ്സറിഞ്ഞ് കഴിക്കുക. ഒരു ഭക്ഷണവും സ്കിപ്പ് ചെയ്യണ്ട. പക്ഷെ എടുക്കുമ്പോ ഇത് കൂടുതലാണ്, പാടില്ല, ഇത് നമുക്ക് നല്ലതല്ല, ഏത് നല്ലത് ഏത് നല്ലതല്ല എന്ന് അറിഞ്ഞുള്ള കഴിപ്പ്, മൈൻഡ്ഫുൾ ഈറ്റിംഗ്, അത് മതി. ഒരു പ്രമേഹവും വരില്ല. ഇവിടെ എത്ര പേര് നടക്കും ദിവസം? ഇത്രയുള്ളോ? ഇനിയും വേണം കൈകൾ, ചുമ്മാ പോക്കണ്ട. എക്സസൈസ് ഉള്ളു, വേണ്ട. ജിമ്മിൽ പോകുന്നവർ എത്ര പേരുണ്ട്? നടക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ? വെരി ഗുഡ്. എല്ലാ ദിവസവും എക്സസൈസ് നടത്താൻ തന്നെ വേണമെന്നില്ല. സൈക്ലിങ് പോവാം, ജിമ്മിൽ പോവാം, ഓടാൻ പോകാം, ചാടാൻ പോവാം, ഡാൻസ് കളിക്കാൻ പോവാം, നീന്താൻ പോകാം. എന്തെങ്കിലും ഒരു എക്സസൈസ്. ഒന്നുമില്ലെങ്കിൽ 2 കൈയും വീശി, ചുമ്മാ നടത്തല്ല കേട്ടോ, 2 കൈയും വീശി
വേഗത്തിൽ വേർക്കും വരെ നടക്കണം. ഹാർട്ടിനൊക്കെ വളരെ പ്രോബ്ലം ഉള്ള കാർഡിയോളജിസ്റ്റിനോട് ചോദിച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ രണ്ട് കൈയും വീശി വേഗത്തിൽ ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയും, വേഗത്തിൽ നടക്കുക കേട്ടോ. പിന്നെ നടക്കാൻ ഒരു പ്രയാസം പറയുന്നത് എങ്ങനെയാന്ന് പറയാം? കാലിന് വേദന, മുട്ടുവേദന. മുട്ടുവേദന എന്ന് പറഞ്ഞ് അനങ്ങാതിരിക്കുന്ന ഒരു ശരിയായ പരിപാടിയാണോ? അല്ല. നമ്മുടെ പേശികൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കണം. മുട്ടുവേദന എന്ന് പറഞ്ഞ് നമ്മൾ അനങ്ങാതിരുന്ന അങ്ങനെ ആയിപ്പോവും. അപ്പൊ എന്തൊക്കെ ചെയ്യാൻ പറ്റും? മുട്ടിന്റെ ഈ ജോയിന്റിനെ സ്റ്റെബിലൈസ് ചെയ്യണ ഈ മസിൽസാ, തൊടയിലെ മസിൽസാ. ഈ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യണ എക്സസൈസ് ആദ്യം ചെയ്യാം. ഒരു ഉദാഹരണം, ഭയങ്കര ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, വാദം, മുട്ടിലെ വാദം വളരെ കോമൺ ആണ്. അങ്ങനെയുള്ളവർക്ക് അവർ ഈ ഒരു കസാര, ഒരു മേശയും കൂടെ ഇരിക്കുക. അപ്പൊ ആ മേശയിൽ പിടിച്ച്, അതായത് കസാരയിൽ ഇരുന്ന് മേശയിൽ പിടിച്ച് എഴുന്നേക്കുക, ഇരിക്കുക. അങ്ങനെ ദിവസവും ഒരു 10 തവണ ചെയ്യുക. അത് മുട്ടിന്റെ ഈ തൊടയിലെ മസിൽസിനെ ആക്റ്റീവ് ആക്കും. പിന്നെ കാല് നീട്ടി മടക്കാതെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ ആദ്യം ചെയ്ത് കാലിലെ പേശികളെ ബലപ്പെടുത്തി കുറേശ്ശെ നടക്കാൻ തുടങ്ങണം. അപ്പൊ മുട്ടുവേദന നടക്കാതിരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കരുത്. എക്സസൈസ് ചെയ്യണം. ഓക്കെ. പിന്നെ എന്താണ്? വെള്ളം കുടിക്കുന്നതിന് അളവുണ്ടോ സർ? പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ വേണമെങ്കിൽ കുടിക്കാം. കിഡ്നിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ കുടിക്കാം. അതായത് ഒരു നോർമൽ ആള്, കിഡ്നിക്കും ലിവറിനും ഹാർട്ടിനും ഒന്നും പ്രോബ്ലം ഇല്ലാന്ന് വെക്കാം. ദാഹം വരുന്നോ? വെള്ളം കുടിക്കാം. ദാഹമാണ് അളവുകോല്. ഇപ്പൊ ദാ നോക്കൂ, നിങ്ങൾക്ക് വെള്ളം കിട്ടി കുടിക്കുന്നു, അതിന്റെ അർത്ഥം അത്രയും ദാഹമുണ്ട്. ചൂടാണ്, നമ്മൾ വേർക്കുന്നുണ്ട്. എന്നാൽ തണുപ്പ് കാലാണെങ്കിലോ അധികം വേർക്കില്ല, ദാഹം കുറവായിരിക്കും. ഈ വളരെ പ്രായം ചെന്നവര്, ബെഡ് റിഡൻ ആയ ആൾക്കാർ, അവർക്ക് ദാഹം ചിലപ്പോൾ അറിയില്ല, അതൊരു വേറെ കാറ്റഗറിയാണ്. പക്ഷെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നല്ല ആരോഗ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ദാഹമുണ്ട്. ദാഹം ഉള്ളപ്പോൾ എത്ര വേണമെങ്കിലും കുടിക്കാം. എന്നാൽ കിഡ്നി പ്രോബ്ലം ഉള്ളവര് വെള്ളം കൂടി കുറയ്ക്കണം. അപ്പൊ ഞാൻ എല്ലാവരോടും കുറയ്ക്കും. ഇപ്പൊ എനിക്കൊരു ചീത്ത പേരുണ്ട് കേട്ടോ, വെള്ളം കൊടുക്കാതെ ആൾക്കാരെ ഇതാക്കൂന്ന് പറയും. കാര്യം ഞാൻ എപ്പോഴും കുറയ്ക്കൂ എന്നാ പറയണേ. കാര്യം എന്റെ പേഷ്യൻസിനൊക്കെ നീരുണ്ട്, അവരുടെ മൂത്രം ശരിക്കും വരുന്നില്ല, നല്ല കിഡ്നി ഫെയിലിയർ ഉണ്ട്, ഡയാലിസിസിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ വെള്ളം കൂടി കുറയ്ക്കണം. പക്ഷെ ദൈവം സഹായിച്ച് നിങ്ങളെല്ലാം നല്ല ആരോഗ്യമുള്ളവരാണ്. നിങ്ങളുടെ ദാഹം അനുസരിച്ച് വെള്ളം കുടിക്കുക. ഒറ്റയടിക്ക് 2-3 ലിറ്റർ ഒന്നും കുടിക്കണ്ട. ദാഹം എത്രയുണ്ടോ അതനുസരിച്ച് കുടിക്കാം. ഓക്കെ. വൈകിട്ടത്തെ ഫുഡ് ഒരു 7:30 കഴിക്കണം എന്ന് പറയുന്നതിനകത്ത് ഡയബറ്റിക്കുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ട്? ഈ ഡിന്നർ നേരത്തെ കഴിക്കുന്നത് എപ്പോഴും നല്ലതാ. ഡയബറ്റീസിന് മാത്രമല്ല, നമ്മുടെ മൊത്തം ആരോഗ്യത്തിനും നല്ലതാ. കാര്യം ആഹാരം കഴിച്ച് രാത്രി നമ്മുടെ ആക്ടിവിറ്റീസ് കുറവാണ്. അപ്പൊ നമ്മൾ ഈ കഴിക്കുന്നതെല്ലാം പെട്ടെന്ന് ഫാറ്റ് ആയിട്ടങ്ങ് കൺവേർട്ട് ചെയ്യും. പകൽ സമയത്ത് നമ്മൾ കഴിച്ചാല് നമ്മൾ മൂവ്മെന്റ് ഉണ്ട്, രാത്രി എന്താ കയറി കിടന്ന് ഉറങ്ങാൻ പോകുന്നു. അപ്പൊ ഏറ്റവും നല്ലത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വീട്ടിൽ അതൊന്നും ആവത്തില്ല. അപ്പൊ വീട്ടിൽ പോയി ഭാര്യയോട് 6 മണിക്കുള്ളിൽ ഡിന്നർ തരാൻ പറഞ്ഞാൽ അത് അടുത്ത പ്രശ്നം. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, 7:30 നല്ലൊരു സമയമാണ്. 7:30-ക്കുള്ളിൽ ഭക്ഷണം കഴിക്കുക. കഴിച്ച ഉടൻ പോയി കിടന്ന് ഉറങ്ങല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആഹാരം കഴിച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞേ കിടക്കാവുള്ളൂ. അതായത് വർഷങ്ങളായിട്ട് നമ്മൾ ടാബ്ലറ്റ് നിന്നു, ഡയബറ്റിക് പേഷ്യന്റ് ഒരു 20 ഇയേഴ്സ് ഒക്കെ പെട്ടെന്ന് ഇൻസുലിനിലോട്ട് മാറ്റുമ്പം കിഡ്നിയെ ബാധിക്കുമോ? അല്ല, കൂടുതൽ ആൾക്കാർക്കും അങ്ങനെ ബാധിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കൂ, ഈ വർഷങ്ങളായി ഡയബറ്റീസ് ഉള്ളവർക്ക് കുറെ വർഷം കഴിയുമ്പം പാൻക്രിയാസ് ഗ്രന്ഥി ഒന്നും പ്രവർത്തിക്കുന്നില്ല. അതായത് ഈ ഗുളിക എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ നാരങ്ങ പിഴിയും പോലെ ഈ ഉള്ള ഗ്രന്ഥിനെ പിഴിഞ്ഞ് നമ്മൾ ഇൻസുലിൻ ഉണ്ടാക്കുന്നു. എത്ര നാള് പിഴിയാൻ പറ്റും? കുറച്ച് കഴിയുമ്പോൾ നാരങ്ങ പിഴിഞ്ഞാലും ഒന്നും വരത്തില്ല. അതുപോലെ ടാബ്ലറ്റ് കൊടുത്തോണ്ടിരുന്നാലും ഇൻസുലിൻ ഒന്നും വരില്ല. ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മൾ എത്ര ഗുളിക കഴിച്ചിട്ടും ഷുഗർ കൺട്രോൾ ആവുന്നില്ല. പണ്ട് കൺട്രോൾ ആയ അതേ ഷുഗർ ഇത്രയും നാൾക്ക് ശേഷം അതേ ഗുളിക അതേ ഡോസ് എടുക്കുമ്പോൾ കൺട്രോൾ വരുന്നില്ല. കാരണം നാരങ്ങയിലെ ചാറൊക്കെ പോയതുപോലെ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്ന് ഇൻസുലിൻ വരുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ വേണം. അപ്പൊ മാഡത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ, ഇൻസുലിൻ എടുത്താൽ കിഡ്നി പ്രോബ്ലം വരുമോ? നോക്കൂ, മിക്കപ്പോഴും
ഒരു ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസ്, ദീർഘനാളായുള്ള പ്രമേഹം, ദീർഘനാളായതുകൊണ്ടാണ് ഇൻസുലിൻ വേണ്ടി വന്നത്. അപ്പൊ തന്നെ കുറേശ്ശെ കിഡ്നിയിലും ഡാമേജ് വന്നിരിക്കും. ഈ ക്രിയാറ്റിനിൻ കൂടുന്നത് അല്ല കിഡ്നിയുടെ ഡാമേജ്, ഉള്ളില് ഡയബറ്റീസ് തുടങ്ങുമ്പോ തൊട്ടേ കിഡ്നിക്കകത്ത് വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ ക്രിയാറ്റിനിൻ കൂടുക എന്ന് പറഞ്ഞാൽ അത് അവസാനം നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ആരംഭിക്കുമ്പോ തൊട്ടേ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ ഡയബറ്റിക് കിഡ്നി, ദീർഘനാളായ കിഡ്നി ഓൾറെഡി കുറച്ച് പ്രശ്നം കാണും. യാദൃശ്ചികമായി ഇൻസുലിൻ തുടങ്ങിയ സമയത്തായിരിക്കും ടെസ്റ്റ് ചെയ്തപ്പോ കണ്ടുപിടിച്ചത്. അതല്ലാതെ ഇൻസുലിൻ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കില്ല. അറ്റ്ലീസ്റ്റ് ഇവിടെ കൂടിയിരിക്കുന്ന ഒരു 100 പേര് കാണും. നിങ്ങളുടെ മനസ്സിൽ നിന്ന് 2 കാര്യങ്ങൾ ആ തെറ്റിദ്ധാരണ മാറ്റണം. പ്രമേഹത്തിന്റെ മരുന്നുകൾ കിഡ്നി തകരാറുണ്ടാക്കുമോ? ഉറക്കെ എനിക്ക് ഉത്തരം വേണം. ഡയബറ്റീസിന്റെ മരുന്നുകൾ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുമോ? മെറ്റ്ഫോർമിൻ കഴിച്ചാൽ കിഡ്നിയെ ബാധിക്കും എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടു. അതിലോട്ട് വരാം. അതിന്ന് തുടങ്ങാം. മെറ്റ്ഫോമിൻ കിഡ്നിക്ക് ഒരു ദോഷവും ചെയ്യില്ല. പക്ഷേ ഒരു 2.5 ക്രിയാറ്റിൻ കഴിഞ്ഞാൽ നമ്മൾ മെറ്റ്ഫോമിൻ നിർത്തും. കാരണം മെറ്റ്ഫോമിന്റെ സൈഡ് ഇഫക്റ്റ് ആയ ലാക്റ്റിക് അസിഡോസിസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. അല്ലാതെ കിഡ്നിക്ക് ദോഷം വരുന്നോണ്ടല്ല. പല മരുന്നുകളും വൃക്ക ഫെയിലിയർ വന്നാൽ നമ്മൾ കുറയ്ക്കുകയോ നിർത്തുകയോ വേണം. കാരണം കിഡ്നി ഫെയിലിയർ ഉള്ളവരിൽ മരുന്നുകളുടെ സൈഡ് ഇഫക്ട്സ് പെട്ടെന്ന് പുറത്തു വരും. അപ്പൊ മെറ്റ്ഫോമിൻ കിഡ്നിയെ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ കിഡ്നി ഫെയിലിയർ അഡ്വാൻസ് ആയാൽ മെറ്റ്ഫോമിന്റെ സൈഡ് ഇഫക്റ്റ് കാരണം വരുന്ന അസുഖങ്ങൾ, ലാക്റ്റിക് അസിഡോസിസ് എന്ന് പറഞ്ഞ ഒരു അമ്ലം കൂടുന്ന അവസ്ഥയുണ്ട്, അത് വരാതിരിക്കാനാണ് ഡോക്ടർ നിർത്തിയത്. അപ്പം ഇനി എന്തെങ്കിലും മരുന്നിനെ കുറിച്ച് സംശയം, നമുക്ക് അത് തീർത്തിട്ട് പോയാൽ മതി. മോനെ ഒന്ന് അമ്മയ്ക്ക് കൊടുക്കോ. കാര്യം ഇവിടുന്ന് പോകുമ്പം ഇനി ആരും പറയല്ലേ ഡയബറ്റീസിന്റെ ഗുളിക കഴിച്ചാൽ കിഡ്നി തകരാറിലാകുമെന്ന്. കാര്യം അതൊരു കാര്യം മാത്രം മതി എനിക്കിന്ന്. ഗാംഗ്രീൻ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ പറ്റി കുറച്ച് പറയാമോ? ഗാംഗ്രീൻ എന്നത് ഞാൻ നേരത്തെ കാലിന്റെ കെയറിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. കാല് സംരക്ഷിച്ചില്ലെങ്കിൽ അണുബാധ വരാം, അൾസർ വരാം. ഈ ഗാംഗ്രീൻ സംഭവിക്കുന്ന എങ്ങനെയാന്ന് പറയട്ടെ. കാലിന് രക്തയോട്ടം കുറഞ്ഞിരിക്കുന്ന അവസ്ഥ. പ്രമേഹം ഞാൻ കോംപ്ലിക്കേഷൻ പറഞ്ഞപ്പോഴേ പറഞ്ഞു, മാക്രോവാസ്കുലർ, വലിയ രക്തധമനികളെ ബാധിക്കുന്ന കോംപ്ലിക്കേഷൻ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കാലിലോട്ടുള്ള രക്തയോട്ടം കുറയുന്ന അവസ്ഥ. അപ്പം രക്തം കുറഞ്ഞിരിക്കുന്ന കാലിൽ മുറിവ് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മരുന്ന് പോലും രക്തത്തിലൂടെ അവിടെ എത്തില്ല. കാര്യം അവിടെ ബ്ലഡ് ഇല്ല, ബ്ലഡ് സപ്ലൈ ഇല്ല. അങ്ങനെ ആ മുറിവാണ് ഗാംഗ്രീനായി മാറുന്നത്. അല്ലെങ്കിൽ രക്തയോട്ടം ഇല്ലാത്ത കാലിലാണ് ഗാംഗ്രീൻ വരുന്നത്. അതൊക്കെ ഡയബറ്റീസിന്റെ ഒരു അഡ്വാൻസ് കണ്ടീഷനാണ്. അപ്പൊ കഴിയുന്നത്ര ആ ഒരു സിറ്റുവേഷനിൽ എത്തല്ലേ. പിന്നെ ഡയബറ്റീസ് ഇല്ലാത്തവർക്ക് വരും സ്മോക്കിംഗ്, നന്നായിട്ട് പുകവലിക്കുന്നവർക്കും കാലിലെ രക്തയോട്ടം കുറവായിരിക്കും. അവിടെ പല രക്തധമനികളും ബ്ലോക്ക് ആയിരിക്കും. മുറിവ് വന്നാലോ അല്ലെങ്കിൽ ബ്ലോക്ക് കാരണം രക്തം ചെല്ലാതെ അവിടെ പഴുത്ത് വ്രണമായി മാറുന്ന ഒരു നല്ല അവസ്ഥയല്ല. അത് ആർക്കും വരാതിരിക്കാൻ നന്നായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്ത് വെക്കാം. പലപ്പോഴും കാല് മുറിച്ചു കളയേണ്ട അവസ്ഥയൊക്കെ വരുന്നത് ഈ ഗാംഗ്രീന. അതൊന്നും വേണ്ട, നമുക്കൊന്നും ആലോചിക്കണ്ട. അപ്പം നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം. ഷുഗറിന്റെ മരുന്ന് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുമോ? ചേടാ ഉത്തരവൊന്നും കിട്ടുന്നില്ലല്ലോ, ഉറക്കെ പറയണം. ഷുഗറിന്റെ മരുന്ന് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുമോ? ഈ ഇല്ല നിങ്ങൾ എല്ലായിടത്തും എത്തിക്കണം. പലപ്പോഴും ബിപിയുടെ മരുന്നിനും ഷുഗറിന്റെ മരുന്നും ആൾക്കാരെടുക്കാൻ ഭയപ്പെടുന്നത് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ പറയുന്ന കിഡ്നി പോകും എന്ന ധാരണയാണ്. ഞാനൊരു നെഫ്രോളജിസ്റ്റാ. അപ്പൊ നമ്മള് നെഫ്രോളജി എന്ന് പറഞ്ഞാൽ ഒരു 6 വർഷം MBBS-ഉം അത് കഴിഞ്ഞ് 3 വർഷം ജനറൽ മെഡിസിനും അത് കഴിഞ്ഞ് 3 വർഷം കിഡ്നിയിൽ മാത്രം പഠിച്ച് കഴിഞ്ഞ 5 വർഷമായി കിഡ്നി മാത്രം നോക്കുന്ന ഡോക്ടർ. കിഡ്നിയും എല്ലാ അസുഖവും നോക്കും. അപ്പൊ അത്രയും ഒരു ഇതുകൊണ്ട് ഉറപ്പിച്ചു പറയാണ്, ഷുഗറിനും പ്രഷറിനും കഴിക്കുന്ന മരുന്ന് കൊണ്ട് വൃക്ക ഫെയിലിയർ വരില്ല. അത് മനസ്സിലങ്ങ് ഉറയ്ക്കണം. കാര്യം പല ആൾക്കാരും ഈ പേടി കാരണം മരുന്നെടുക്കില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാര്. എനിക്ക് ഈ 20-30 വയസ്സുള്ളവരുടെ ഷുഗർ കൺട്രോൾ ഭയങ്കര പാടാണ്. കാര്യം അവര് നോക്കുമ്പോൾ സ്മാർട്ടായിട്ട് ജോലിക്ക് പോകുന്നു, വീട്ടുകാരെ നോക്കണം, എന്തിനാ ഈ മരുന്നൊക്കെ എടുക്കണമെന്ന് വരും. പ്രായമായവര് ഒരു 60 കഴിഞ്ഞ ആൾക്കാരെ എനിക്ക് എളുപ്പമാണ്. കാര്യം ഒരു 60 കഴിയുമ്പോൾ നമുക്കൊരു ആരോഗ്യത്തെക്കുറിച്ച് ബോധം വരും, കിടപ്പിലാവരുതെന്നൊരു ആഗ്രഹം വരും, നമ്മൾക്കൊരു ഉണർവ് വരും. എന്നാൽ ഈ ഒരു ഉണർവോ ഈ ഒരു
ഒരു ധൈര്യക്കുറവ് വരും, അതാണ് സത്യം. എന്നാൽ ചെറുപ്പക്കാരുടെ ധൈര്യം കൂടുതലായിട്ട് മരുന്നും എടുക്കൂല. അതുകൂടെ അടുത്ത ആള് പറയും, ആ കിഡ്നി അടിച്ചു പോകും, സുഖം, ഇനിയിപ്പൊ സമാധാനായി, മരുന്ന് എടുക്കണ്ടല്ലോ. അപ്പൊ ഷുഗറിനും BP-ക്കുമുള്ള മരുന്ന് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകില്ല, അതൊന്ന് മനസ്സിൽ വെക്കുക. മെറ്റ്ഫോമിൻ നിർത്താൻ പറഞ്ഞത് അതിന്റെ സൈഡ് ഇഫക്റ്റ് കാരണം, കിഡ്നി ഫെയിലിയർ വരുമ്പോൾ പല മരുന്നിനും സൈഡ് ഇഫക്ട്സ് ഉണ്ടാകും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇൻസുലിനും കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കില്ല, അതൊരു അതായത് ഓൾറെഡി കിഡ്നിക്ക് അപ്പം ഡാമേജ് കാണുമായിരിക്കും, ചിലപ്പോൾ കണ്ടുപിടിച്ചത് അതിന് ശേഷമായിരിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ജിജി അച്ഛൻ എന്തെങ്കിലും സംശയമുണ്ടോ? ഞാനും ഒരു ഡയബറ്റിക് രോഗിയാണ്. പ്രശാന്ത് ശങ്കർ ഡോക്ടറുടെ പേഷ്യന്റ് ആണ്. രാവിലെ ഒരു ഗുളികയും വൈകിട്ട് 2 ഗുളികയും കഴിക്കുന്നുണ്ട്. പക്ഷെ ഈ ഡോക്ടർ ഇത് പറഞ്ഞപ്പം ഞാൻ ഇങ്ങനെയൊന്നും ടെസ്റ്റ് ചെയ്യാറൊന്നും ഇല്ല, കുഴപ്പമില്ല, ഇങ്ങനെ പോവുകയാണ്. ഞാൻ ഇച്ചിരി യോഗയൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അച്ഛൻ യോഗ ചെയ്യുന്ന വളരെ നല്ല കാര്യമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്കൊരിത് വേണം, പക്ഷേ ഇതിന്റെ കൂടെ 3 മാസത്തിലൊരിക്കൽ അച്ഛൻ ഒരു ടെസ്റ്റ് ചെയ്യാം. ഇനി HbA1c കൺട്രോൾഡ് ആണെങ്കിൽ 6 മാസത്തിലൊരിക്കലും മതി. അപ്പൊ ഒരു ചുരുങ്ങിയത് ഒരു 3 മാസത്തിലൊരിക്കോ, അല്ലെങ്കിൽ പോട്ടെ അച്ഛൻ അത്രയും കൺട്രോൾഡ് ആണെങ്കിൽ 6 മാസത്തിലൊരിക്കൽ, കൺട്രോൾഡ് അല്ലേ, ഒരു 3 months ചെയ്യും. നിങ്ങൾ എല്ലാ മാസവും ആശുപത്രിയിൽ പോയി ക്യൂ നിൽക്കണമെന്നും ഞാൻ പറയില്ല. 3 മാസത്തിലൊരിക്കൽ ഒരു ഫാസ്റ്റിങ്ങും വേണ്ട, ഒരു HbA1c മതി. അപ്പൊ നമുക്ക് ആ 3 മാസത്തെ നിങ്ങളുടെ ഒരു പോക്ക് അറിയാൻ പറ്റും. മറ്റേ ഫാസ്റ്റിങ്ങില് കള്ളത്തരം കാണിക്കും. ആ ചെക്ക് ചെയ്യാൻ വരുന്നതിന്റെ 2 ദിവസം മുന്നേ വളരെ നല്ല കുട്ടിയാ, ഒരു വക കഴിക്കില്ല. ചില പേഷ്യൻസ് പറയും, അത് ഞാൻ ചെക്ക് ചെയ്യാം, HbA1c 11, കൊണ്ടുവന്നിരിക്കുന്ന ഷുഗർ 130, ടാലി ആവുന്നില്ല. അത് ചെക്ക് ചെയ്യാൻ വരണമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അങ്ങ് എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്തു. അപ്പൊ കള്ളത്തരം പറ്റാത്തൊരു മേഖലയാണ് HbA1c. അപ്പം 3 മാസത്തിലൊരിക്കൽ അതൊന്ന് HbA1c 3 മാസത്തിലൊരിക്കൽ, ഒരു ബ്ലഡ് പ്രഷർ ചെക്കപ്പ്, ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്, ഒരു മെനക്കേടായിട്ട് വിചാരിക്കല്. നിങ്ങള് ഒന്ന് ഡയാലിസിസ് യൂണിറ്റിൽ പോയി നോക്കണം ആ പേഷ്യൻസിന്റെ ഒരു അവസ്ഥ. ഒരു വ്യക്തി കുടുംബത്തിൽ ഡയാലിസിസിലാവുന്ന പറഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രശ്നമല്ല, ആ ഭാര്യയുടെ ഇപ്പൊ ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ, കുട്ടികളുടെ, വീട്ടുകാരുടെ, അയാളുടെ ജോലി പോകും, ആ സാമ്പത്തിക പ്രശ്നം, ഈ ഡയാലിസിസിന്റെ ചെലവ്, കൂടെ കൊണ്ടുവരുന്ന ആളുടെ ജോലിയും പോകും. മാനസികമായി നമ്മൾ ശാരീരിക പ്രശ്നത്തെക്കാളും ഈ വൃക്ക പ്രോബ്ലംസ് മാനസികമായിട്ടാണ് ഒരു കുടുംബത്തെ തകർക്കുന്നത്. അപ്പം അവരുടെ ചെലവ് പോവും, അവരുടെ വരുമാനം പോവും, പൈസ പോവും, മാനസികവും. പിന്നെ ഈ വ്യക്തി ഡിപ്രഷനിൽ പോവും. 80% ഡയാലിസിസ് രോഗികൾക്കും വിഷാദ രോഗം ഉണ്ടെന്നാണ് കാര്യം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മതിയാവും ആശുപത്രിയും അതും ഇതൊക്കെ. അപ്പൊ ഈ ഒരു ലൈഫിൽ ആരും ചെന്നെത്തരുത്. അപ്പം ഇതൊന്ന് ആലോചിച്ചാൽ മതി. 3 മാസത്തിലൊരിക്കൽ ഇതൊന്ന് പരിശോധിച്ച് നിങ്ങളുടെ ഡോക്ടറെ കണ്ട് മരുന്നിന് അഡ്ജസ്റ്റ്മെന്റ്, ഒരേ മരുന്ന് 10ഉം 15ഉം വർഷം കഴിക്കുന്ന പ്രവണത അത് ഒഴിവാക്കുക. ഒന്നുമില്ലെങ്കിൽ ഒരു 6 മാസത്തിലൊരിക്കെങ്കിലും ചെക്കപ്പ് നടത്തി ഡോക്ടറെ കാണിച്ച് മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, മരുന്ന് മാത്രമല്ല, മരുന്ന് ഒരു കമ്പോണന്റ്. രണ്ടാമത്തേത് അച്ഛൻ പറഞ്ഞ പോലെ യോഗയും എക്സസൈസും വ്യായാമവും. മൂന്നാമത്തെ കമ്പോണന്റ് ഭക്ഷണ നിയന്ത്രണം. ഈ 3 കമ്പോണൻസും കൂടെ ചേർന്നാലാണ് ഒരു പെർഫെക്റ്റ് ഡയബറ്റിക് കൺട്രോള് വരാൻ പോകുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യോഗ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ട്. തൈലം തൈലം അയ്യോ, ചറകി അടിച്ച് വീടല്ലേ. എനിക്ക് തൈലം പുരട്ടി യോഗയുടെ കാര്യം എന്റെ ഒരു അഭിപ്രായത്തിൽ പ്രായം കൂടെ നോക്കിയിട്ട് പുരട്ടണം. കാര്യം ഒരു 60 കഴിയുമ്പോൾ എല്ലുകൾക്കെല്ലാം കുറച്ച് തേയ്മാനം വരും. അപ്പൊ ഒരു ചെറിയ തട്ടുമുട്ടൽ കിട്ടിയാലൊക്കെ ചിലപ്പോൾ ഫ്രാക്ചർ വരാം. തൈലം ഇല്ലാതെ ഒന്ന് യോഗ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് അങ്ങനെ ഒന്ന് നോക്കാം. തൈലം പുരട്ടി കുളിക്കാം, യോഗ അല്ലാതെ ചെയ്യാം, അതായിരിക്കും ബെറ്റർ. എനിക്ക് അറിഞ്ഞൂടാ, ചറകി വീഴാൻ ഒരു സാധ്യതയുണ്ട്. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? മോനെ ഇത് വന്നേ. അവിടെ വേറെ ഡൗട്ടായോ? ഏത് ലെവലിൽ വരുമ്പോഴാണ് നമ്മൾ ഗുളിക കഴിക്കേണ്ടത്? 6 പോയിന്റ് എത്ര വരുമ്പോഴാണ്? HbA1c 5.7 താഴെയാണെങ്കിൽ നോർമൽ. HbA1cയുടെ കാര്യമാണ് മാഡം ചോദിച്ചത്, നമ്മുടെ 3 മാസത്തെ ആവറേജ്. അപ്പൊ അത് 5.7 താഴെ വരികയാണെങ്കിൽ അത് നോർമൽ ലെവലാണ്. 6.5 6.5 മുകളിലോ HbA1c 6.5 മുകളിൽ വന്ന ഡയബറ്റിക് ആണ്. 5.7 താഴെ വന്ന നോർമലാ.
അപ്പൊ ഈ 5.7-നും 6.4-നും ഇടയ്ക്കുള്ളതാണ് പ്രീ ഡയബറ്റിക്. അതായത് പ്രമേഹം വന്നിട്ടില്ല, പക്ഷെ വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പൊ മരുന്ന് എപ്പോഴാ കഴിക്കുന്നത്? നോക്കൂ, 5.7-ന് താഴെ വന്നാൽ മരുന്ന് വേണ്ട. 5.7-നും 6.5-നും ഇടയിൽ വരുമ്പോ ഡയറ്റ് കൺട്രോൾ, ഭക്ഷണം നിയന്ത്രിക്കുക, വ്യായാമം ചെയ്യുക, വെയിറ്റ് കുറയ്ക്കുക. പല വ്യക്തികളും ഒരു 5 കിലോ വെയിറ്റ് കുറച്ചാൽ തന്നെ അതങ്ങ് ഷുഗർ അങ്ങ് പൊയ്ക്കോളും. ഈ 6.5-ന് മുകളിൽ വന്നാൽ പോലും ആരംഭ സ്റ്റേജിലാണെങ്കിൽ ആ സമയത്ത് ഡയറ്റ് കൺട്രോളും എക്സസൈസും കൊണ്ട് തന്നെ കംപ്ലീറ്റ് പ്രമേഹം മാറ്റാൻ പറ്റും. ഡയബറ്റിക് റിവേഴ്സൽ എന്ന് പറയും. പക്ഷേ വെയിറ്റ് കുറയ്ക്കണം. അതാണ് അതിന്റെ ഏറ്റവും വലിയ പോയിന്റ്. ഒരു 5 കിലോ വെയിറ്റ് കുറച്ച് ഒരു 6.8 ആയിക്കോട്ടെ, മരുന്നൊന്നും വേണ്ട. വെയിറ്റ് കുറച്ച് ഭക്ഷണവും നിയന്ത്രിച്ച് വ്യായാമവും ചെയ്താൽ തന്നെ നമുക്ക് ഡയബറ്റീസിനെ പൂർണ്ണമായി മാറ്റാൻ പറ്റും. പിന്നെ അത് തുടരണം. പിന്നെ എപ്പോഴെങ്കിലും വെയിറ്റ് കൂടിയാൽ തിരിച്ചു വരും. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങ് മാറ്റിയാൽ മതി. അപ്പൊ മരുന്ന് എപ്പോ കഴിക്കണം ചോദിച്ചാൽ, എന്നാ ഒരു 10-ഉം 9-ഉം ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ മരുന്നിന്റെ സഹായം കൂടിയേ തീരും. ചെറിയ വേരിയേഷൻ ഒരു 6.5 തൊട്ട് 7 വരെയൊക്കെയാണ്, ചെറുപ്പമാണ്, അല്ലെങ്കിൽ ഒരുപാട് നാളായി ഡയബറ്റീസ് തുടങ്ങിയില്ല, കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ളതാണെങ്കിൽ സുഖമായിട്ട് വെയിറ്റ് കുറച്ച് അങ്ങ് ശരിയാവും. ഓക്കെ, സകല അത് ചോദിച്ചോട്ടെ. ഈ ഇവിടെ ഞാൻ കേട്ടിടത്തോളം പ്രധാനപ്പെട്ട അസുഖങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണം പ്രമേഹമാണെന്ന് ഒരു സങ്കല്പമാണ്. ഈ പ്രോസ്റ്റേറ്റിന്റെ അസുഖമുള്ളവർക്ക് അതും പ്രമേഹവുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്നറിഞ്ഞാൽ കൊള്ളാം. പ്രധാനപ്പെട്ട അസുഖങ്ങൾക്ക് പ്രമേഹമാണോ ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞതിന്റെ പ്രധാന കാരണം, പ്രമേഹം ഇല്ലാത്തവരെ ഇപ്പൊ ആരും ഇല്ല. ഒരു 10 വ്യക്തികളെ എടുത്താൽ 6 തൊട്ട് 8 പേർക്ക് പ്രമേഹം കാണും. അതിന്റെ കോംപ്ലിക്കേഷൻസോ വളരെ 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 വലുതുമാണ്. അതുകൊണ്ടാണ് ഈ പ്രമേഹം ഇത്രയും വില്ലനായത്. പ്രോസ്റ്റേറ്റും പ്രമേഹവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം കൂടുതലായി കാണുന്നത് എപ്പോഴാ? ഒരു 60 കഴിഞ്ഞ പുരുഷന്മാരുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സാധാരണ രീതിയിലെ വീങ്ങാൻ തുടങ്ങും. ഇനി വീങ്ങുമ്പോ എന്താ, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മൂത്രസഞ്ചിയുടെ അടുത്ത് ഇരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. അപ്പൊ ഈ ഗ്രന്ഥി വീങ്ങുമ്പം മൂത്രസഞ്ചിനെ കയറി അങ്ങ് പ്രസ് ചെയ്യും. അങ്ങനെയാണ് മൂത്രം ഒഴിക്കുന്ന പ്രയാസങ്ങൾ വരുന്നത്. എന്തൊക്കെയാണ്? മൂത്രം ഒഴിക്കാൻ തുടങ്ങാൻ ബുദ്ധിമുട്ട്, ഒരു നല്ല ഫ്ലോ കിട്ടുന്നില്ല, മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഒഴിക്കണമെന്ന് തോന്നുക, ഒരു സാറ്റിസ്ഫാക്ഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ല, രാത്രി അടിക്കടി പോകണം തോന്നുക. ഇതെല്ലാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ്. ഇനി പ്രമേഹമുള്ളവർക്ക് ദീർഘനാൾ പ്രമേഹം ഉണ്ടെങ്കിൽ ഡയബറ്റിക് സിസ്റ്റോപ്പതി എന്നൊരു പ്രശ്നം വരും. അതും മൂത്രസഞ്ചിനെ ബാധിക്കും. അപ്പൊ ഈ 2 ശല്യം ഒരുമിച്ച് വന്ന എങ്ങനെയിരിക്കും? പ്രോസ്റ്റേറ്റിന്റെ ശല്യവും പ്രമേഹം കാരണം വരുന്ന സിസ്റ്റോപ്പതി പ്രശ്നം. അപ്പം പ്രമേഹം ഉള്ളവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നം കൂടുതലായി അനുഭവപ്പെടാം. കാരണം രണ്ടും മൂത്രസഞ്ചിനെ ബാധിക്കും. അങ്ങനെ അപ്പം പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം യൂഷ്വലി അതിന് മരുന്നുകൾ എടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയും, രാത്രി അടിക്കടി മൂത്രം ഒഴിക്കുമ്പോൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ മൂത്രം ഒഴിക്കാം. കിടക്കുന്നതിന് 2 മണിക്കൂർ മുന്നെങ്കിലും വെള്ളം കൂടി നിർത്തണം. കാര്യം വെള്ളം കൂടുതൽ കുടിച്ച് കിടന്നുറങ്ങുമ്പോഴാണ് അടിക്കടി എഴുന്നേക്കുന്നത്. അപ്പം കിടക്കുന്നതിന് തൊട്ട് മുന്നേ മൂത്രം ഒഴിക്കുക, കിടക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ വെള്ളം കൂടി നിർത്തുക. ഒരു പരിധി വരെ അടിക്കടി രാത്രി എഴുന്നേറ്റ് മൂത്രം ഒഴിക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ട് പ്രോസ്റ്റേറ്റ് പ്രശ്നമുള്ളവർക്ക് ഇതുവഴി പരിഹരിക്കാൻ പറ്റും. ഡോക്ടർ വളരെ ഭംഗിയായി ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് അല്ല, ഒരു ഇന്ററാക്ഷൻ ആയിരുന്നു. പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഡോക്ടർക്ക് അല്പം സമയം കൂടി വേണ്ടിയിരുന്നു. പക്ഷെങ്കിൽ നമ്മുടെ ആ ഒരു ഊർജ്ജസ്വലത കൊണ്ട് അല്പം ലേറ്റ് ആയിട്ടാണ് അത് തുടങ്ങുവാൻ പറ്റിയത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഡോക്ടറോട് നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഒരു ഗിഫ്റ്റ് ഡോക്ടർക്ക് നൽകുന്നു. ഇനിയും ആദരവ് ഏറ്റുവാങ്ങുവാനുള്ളവര് മുന്നിലേക്ക് വന്ന് ഇവിടെ കസേരയിലേക്ക് ഇരിക്കണം. അധ്യാപകൻ, എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്നത് ജിജി അച്ഛന് വളരെ നന്ദിയുണ്ട്. ഞാന് ഇവിടെ പത്തനംതിട്ടയില് മുത്തൂറ്റിലാ ജോലി ചെയ്യുന്നത്. 5 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. ഞാൻ സാധാരണ ഞായറാഴ്ച തിരുവനന്തപുരത്ത് പോകും. ആ ഒരു ദിവസമാണ് എന്റെ വീട്ടിലുള്ളത്. അപ്പൊ അച്ഛൻ വിളിച്ചപ്പോ ആദ്യം എനിക്കൊരു സംശയമായിരുന്നു, എന്റെ വീട്ടില് ഇരിക്കണ ഒരു സമയമല്ലേ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അത് ഒരു നഷ്ടമല്ല,
നല്ലൊരു ഇത്രയും നല്ലൊരു ആൾക്കാരുടെ കൂടെ എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് എന്നല്ല ഒരു സംസാരിക്കാൻ കഴിഞ്ഞതില്, ഇങ്ങനെ ഒരു അവസരം തന്നതില് ജിജി അച്ഛനോട് വലിയ നന്ദിയുണ്ട്. അപ്പം ഇനിയും ഇതുപോലെ എല്ലാവരുമായിട്ട് ഇതുപോലെ ഒരു വേദി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുക.